മൂസൻ എന്താണ് ചോദിച്ചോ? വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവരൊക്കെ ഓൺ ചെയ്തേ. വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നവര് ഗൗരി, Sir, ലെൻസ് ഫോർമുല എന്താ? 1/f is equal to 1/v minus 1/u. ഓക്കെ. ഷെഹൻ, കാർട്ടീഷ്യൻ സൈൻ റൂൾ ഫോർ ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാ? ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാ നിങ്ങൾ സൈൻ റൂൾ അപ്ലൈ ചെയ്യാ? ഡിസ്റ്റൻസ് എടുക്കണം. ഒബ്ജക്റ്റ് ഏത് ലെഫ്റ്റിന്ന്? എവിടെ നിന്ന് ലെഫ്റ്റിന്ന്? നമ്മളൊരു റെഫറൻസ് വേണം അതിന്. പ്രിൻസിപ്പൽ ആക്സിസിന്റെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ ലെഫ്റ്റും പ്രിൻസിപ്പൽ ആക്സിസിന്റെ റൈറ്റും. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ പോകുന്ന ഒരു ആക്സിസാ. ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക് സെന്ററിന്റെ ലെഫ്റ്റിലേക്കും ഒപ്റ്റിക് സെന്ററിന്റെ റൈറ്റിലേക്കും. ഓക്കെ. ഒപ്റ്റിക് സെന്റർ ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവാ നെഗറ്റീവാ? നെഗറ്റീവാ. റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്. അപ്പൊ റിയൽ ഇമേജ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കോ നെഗറ്റീവ് എടുക്കോ? റിയൽ ഇമേജ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കും. പോസിറ്റീവ് എടുക്കും. അല്ല മീൻ സാർ, ഏത് ലെൻസ് ആണ് റിയൽ ഇമേജ് ഫോം ചെയ്യില്ലാത്ത ലെൻസ്? ഏതാ? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺകേവ്. കോൺകേവ്. ഓക്കെ. മൈൻഷാ, ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിട്ടുള്ള ലെൻസ് ഏതാ? അല്ല, ഇതിന് മുന്നേ ഉള്ള റെക്കോർഡ് ക്ലാസ് കേട്ടില്ലേ? എന്താണ് ഈ നമ്മൾ ക്ലാസ്സിൽ ഇല്ല എന്നുള്ള ഒരു എന്റെ അടുത്ത് പറയണ്ട കേട്ടോ. കാരണം ക്ലാസ്സിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ. ഇതൊന്നും ഇല്ലാത്ത പിള്ളേരല്ലേ ക്ലാസ്സിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുക. നിങ്ങൾ റെക്കോർഡ് ക്ലാസ് പറഞ്ഞോ. സാർ, എനിക്ക് ഒച്ച ക്ലിയർ ആയിട്ട് കേൾക്കണില്ല, കുറഞ്ഞ കേൾക്കണം. ഞാൻ ലെഫ്റ്റ് ആയിട്ട് കയറിക്കോട്ടെ. ഹയർ റെക്കോർഡ് ക്ലാസ് കേട്ടോ? ഓക്കെ. കേട്ടായിരുന്നോ? മൈൻഷ കേട്ടോ? എവിടെന്നാ വന്നേ? നീ എവിടെ പോയി? ക്ലാസ് കേട്ടില്ല എങ്ങനെയാ? പുതിയ ക്ലാസ് എടുത്തു കൊടുത്തു പോകുമ്പോൾ മനസ്സിലാവണ്ടേ? ഇത് ചുമ്മാ കേട്ടിട്ട് കാര്യമുണ്ടോ? ആരാ? മുഹമ്മദ് റൈഹാൻ. വി എസ് ഇല്ലാത്ത മുഹമ്മദ് റൈഹാൻ. വി എസ് ഉണ്ടെങ്കിൽ ഞാൻ വി എസ് എന്ന് പറയും കേട്ടോ. റൈഹാനെ, ഹൈറ്റ് എങ്ങനെയാണ്? ഹൈറ്റ് എങ്ങനെയാ മെഷർ ചെയ്യാ? പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? അതോ പോസിറ്റീവ് നെഗറ്റീവും വരാം? പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും അല്ലെ? ഇമേജിന്റെ ഹൈറ്റ് ആണെങ്കിലോ? നെഗറ്റീവ് അല്ലെ? ശരിയാണോ ഷാരൂഖ്? ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ് ഇമേജിന്റെ ഹൈറ്റ്. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഏതെങ്കിലും ഒന്നോ പറ, പെട്ടെന്ന് പറ. നെഗറ്റീവ് ആണ്. ഓക്കെ. ഫാസ്ന ഫാത്തിമ, ശരിയാണോ ഇവർ രണ്ടുപേരും പറയുന്നേ? സർ, ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് നെഗറ്റീവും വരാം. ഇവരെന്താ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. അപ്പൊ റിയൽ ഇമേജും വിർച്വൽ ഇമേജും പഠിച്ചിട്ടില്ലേ നിങ്ങൾ ഹൈറ്റ് എപ്പോഴും മുകളിലേക്ക് അളക്കുള്ളൂ. ഹൈറ്റ് എപ്പോഴും താഴേക്കാണ് മെഷർ ചെയ്യുന്നുള്ളൂ. മുകളിലേക്കും വരാം താഴേക്കും വരാം. റിയൽ ഇമേജും വരാം വിർച്വൽ ഇമേജും വരാം. എന്താണ് ഇത്? മൂന്നാമത്തെ ദിവസമാണ്. ഓക്കെ. ബിലാൽ നാസർ, എന്താണ് ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞ? പ്രിൻസിപ്പൽ ഫോക്കസ് ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ? എങ്ങനെ ഡിഫൈൻ ചെയ്യും? വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഫോർ എ കോൺവെക്സ് ലെൻസ് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും? പ്രിൻസിപ്പൽ ഫോക്കസ് എന്താന്ന് ഇത് അറിയാവുന്നവർ ഇപ്പൊ കൈവെക്കും. കണ്ടോട്ടോ, അറിയാവുന്നവർ ഇപ്പൊ കൈവെക്കും. ഒന്ന് നോക്കി എത്ര പേർക്ക് അറിയാന്നുള്ള കാര്യം. ഒന്ന് കൈപൊക്കി കാണിച്ചു കൊടുത്തേ അറിയാവുന്നവര്. പ്രിൻസിപ്പൽ ഫോക്കസ് അറിയാവുന്ന ഒരു കോൺവെക്സ് ലെൻസിന്റെ. ഓക്കെ.
അൽഫിക്ക് അറിയില്ല, അഫീക്ക് അറിയില്ല. അറിയോ? കൈ പൊക്കിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, കൈതാതി. മുഹമ്മദ് ഫാസിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ബിലാലിന് പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് അറിയില്ല, ഒന്ന് പറഞ്ഞു കൊടുത്തേ. Ray of light parallel to the after refraction will converge at a point. അതെ, റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ്. അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ? ഓക്കെ, അത് കോൺവെക്സ് ലെൻസിലാണ്. കോൺകേവിലാണെങ്കിൽ എങ്ങനെയായിരിക്കും മുഹമ്മദ് റബീസെ? കോൺകേവിലാണ്. ഓക്കെ, കോൺകേവിലാണ് എങ്ങനെയായിരിക്കും? Ray of light parallel to the principal axis after refraction, it appears to be diverge from a point. മിടുക്കൻ. appear to be diverge from a point. ഓക്കെ, ഇനി ഇർഫാൻ അനസ്. സാർ ഏതിനാണ് ആപ്ലിക്കേഷൻ ഉള്ളത്? കോൺകേവ് ലെൻസിനാണോ കോൺവെക്സ് ലെൻസിനാണോ? രണ്ടിനും ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഐഷ നസ്നിൻ. അപ്പൊ ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ വലുതായിട്ടാണോ കാണുക, ചെറുതായിട്ടാണോ കാണുക? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാ രണ്ട് രീതിയും കാണുമോ? വിർച്വൽ ഇമേജിന്റെ കാര്യം ചോദിച്ചത്. നിങ്ങൾ സ്ക്രീൻ വെച്ചിട്ട് കാണുന്നതല്ല, ഞാൻ വിർച്വൽ ഇമേജ് എങ്ങനെ കാണും? കോൺവെക്സ് ലെൻസിലും കോൺകേവ് ലെൻസിലും ഏതിൽ സ്മോൾ ആയിട്ട് കാണും? ഏതിലാണ് സ്മോൾ ഇമേജ് വിർച്വൽ കാണുന്നത്? കോൺവെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് വേറൊരു വാക്കുണ്ട് അതിന്. മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ മീനിങ്? അപ്പൊ കോൺകേവിൽ എങ്ങനെയാ? എന്നാ കേസുകളൊക്കെ ഒന്ന് പറഞ്ഞേ, കോൺകേവിന്റെ കേസുകളൊക്കെ. കോൺവെക്സിന്റെ കേസുകളൊക്കെ ഒന്ന് പറഞ്ഞേ. കേസുകൾ infinity focus beyond C1 between C2 and F2 at C between C1 and F1 beyond C2 പിന്നെ between F1 and O same side of the lens as the objective. Okay, Ahmad Abdul Karim. Sir. Ahmad, ഈ ഒബ്ജക്റ്റിന്റെ സൈസ് എങ്ങനെയാ? സിയുടെ പുറകിൽ ഒബ്ജക്റ്റ് വെച്ച ഇമേജിന്റെ സൈസ് എങ്ങനെയാ? സിയുടെ ബാക്കിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നെങ്കിൽ ഇമേജിന്റെ സൈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും, എല്ലാവരും ആയിരിക്കും. സിയുടെ ബാക്കിൽ അതായത് ബിയോണ്ട് സിയോ ഡിമിനിഷ്ഡ് ആയിരിക്കും. സിയുടെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ സൈസ് എങ്ങനെയായിരിക്കും ശ്രേയ? കോൺവെക്സ് ലെൻസിൽ സിയുടെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ സൈസ് എങ്ങനെയായിരിക്കും ഇമേജിന്റെ? എല്ലാർജ്. അപ്പൊ സിയുടെ അവിടെ വെച്ചിട്ടാണ് മാറുന്നത് അല്ലെ? സിന്ന് മുന്നോട്ടാണെങ്കിൽ ഒബ്ജക്റ്റ് വെക്കുന്നെങ്കിൽ അവിടെ എല്ലാർജ് ആയിരിക്കും, സിന്ന് പുറകോട്ടാണെങ്കിൽ ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സിയുടെ മുന്നിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ അവിടെ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. സിയുടെ പുറകിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ അവിടെ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, ബുക്ക് എടുത്തോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. ഏത് ക്വസ്റ്റ്യനാ നമ്മൾ ചെയ്തു തീർത്തിയേ? ഏത് ക്വസ്റ്റ്യനാ? സുഹൈൽ പറഞ്ഞാൽ മതി. സുഹൈൽ പറഞ്ഞു ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു തീർത്തിയത്? അത് ഫുള്ള് ചെയ്തില്ല, ക്വസ്റ്റ്യൻ മാത്രല്ല എഴുതിയോളൂ. പെട്ടെന്ന് പറഞ്ഞാൽ എഴുതിക്കോളാം. കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് എത്രയാണ്? 50 സെന്റിമീറ്റർ. 50 ആണ്. 50 ആണോ 15 ആണോ? 15 സെന്റിമീറ്റർ. പിന്നെ ഫോംസ് ആൻഡ് ഇമേജ് 10 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്. 10 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്. ഓക്കെ, പിന്നെ ഹൗ ഫാർ ഈസ് ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഫ്രം ദ ലെൻസ്? ഹൗ ഫാർ is the object placed from the lens അല്ലേ? Object placed from the lens. Okay. ഹയ ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ഞാൻ തേർഡ് ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റഡ് ആ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എഴുതി പെട്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മള് മായിൻഷ പറയും ക്വസ്റ്റ്യന്റെ കാര്യങ്ങളൊക്കെ. മായിൻഷ ക്വസ്റ്റ്യൻ വായിച്ച മായിൻഷ.
ഉറക്ക വായിച്ചോ. ആ ഇതൊന്ന് ഓൺ ചെയ്ത്, വോയിസ് ഓൺ ചെയ്ത് എന്റെ ഉറക്ക വായിച്ച ക്വസ്റ്റ്യൻ. ആണ്ട് ഉറക്ക വായിച്ചോ. The concave length of Ah. focal ഫോക്കൽ length ലെങ്ത് 15 ഇത് centimeter. ഏത് ലെൻസാന്നാണ് വാങ്ങിച്ചത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഏത് ലെൻസാ, ഇത് ഏത് ലെൻസാന്ന് ഫസ്റ്റ് വേണ്ടത്. എന്നിട്ടേ ഉള്ളൂ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലെൻസ് ഏതാന്ന് അറിയാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ലെൻസ് ഏതാന്ന് ഏതാണ്? Concave lens. കോൺകേവ് ലെൻസ്. ഓക്കെ, അപ്പൊ നമ്മളിത് ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ ഒരു ചെറിയ ഫിഗർ ഒക്കെ വരച്ചു വെച്ചോ കേട്ടോ, നമുക്ക് പിന്നെ മാറിപ്പോണ്ടിരിക്കാം. ഓക്കെ, കോൺകേവ് ലെൻസ് ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വാങ്ങിച്ച? ഫോക്കൽ ലെങ്ത് കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വാങ്ങിച്ചത്? അത് ഞാൻ ചോദിച്ചു തോന്നുന്നു. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വാങ്ങിച്ച കോൺകേവ് ലെൻസിന്റെ? പോസിറ്റീവ്. ഇതാണ് പ്രശ്നം കേട്ടാ. ക്ലാസ് കേട്ടില്ലെങ്കിലുള്ള കുഴപ്പം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ചുമ്മാ ചോദിക്കുന്നതല്ലാതെ മനസ്സിലായില്ലേ, ഇവിടെയൊക്കെ നമുക്ക് ആവശ്യം വരും കേട്ടാ. പോസിറ്റീവ് ആണോ ബിലാലെ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. കാരണം റൈറ്റ് സൈഡ് ലെഫ്റ്റിൽ നിന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ മീറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഫോക്കസ് ഫോം ചെയ്യുക. അപ്പൊ ഇത് നെഗറ്റീവ് ആണ് കേട്ടോ. നെഗറ്റീവ് 15 സെന്റിമീറ്റർ. മൈൻഷ ഓഡിയോ ഓഫ് ചെയ്യേ. ഓക്കെ, എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഫോംസ് ആൻ ഇമേജ്. പക്ഷെ ഇവിടെ ഇമേജ് എവിടെയാണെന്ന് അവർ തന്നിട്ടില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇമേജ് എവിടെയാന്ന് തന്നിട്ടില്ല. ഇത് എന്ത് ഇമേജ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും അഭിനെ? ഇത് എന്ത് ഇമേജ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? റിയൽ ആണോ വിർച്വൽ ആണോ എന്ന്? വിർച്വൽ ഇമേജ് ആണ്, കാരണം കോൺകേവ് ലെൻസ് അല്ലേ. കോൺകേവ് ലെൻസ് ആണ്, അതുകൊണ്ട് എപ്പോഴും വിർച്വൽ ഇമേജ് ആയതുകൊണ്ട് നമുക്ക് v ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? -10 സെന്റിമീറ്റർ. എപ്പോഴും വിർച്വൽ ഇമേജ് ആണ് അല്ലെ. ഓക്കെ, നമ്മുടെ അടുത്ത് യു ആണ് ചോദിച്ചിരിക്കുന്നത്. യു ആണ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് ഇക്വേഷൻ ഉണ്ടല്ലേ, ഇത് ചെയ്തു തീർന്നു ഇല്ലല്ലോ? ഒരാൾ പറഞ്ഞേ ചെയ്ത്. എന്താണ് ഇതിന്റെ അവസ്ഥ ഈ പ്രോബ്ലത്തിന്റെ? ഇന്നലെ ഇത്ര എഴുതിയുള്ളായിരുന്നു. ഇത്ര എഴുതിയുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലെൻസ് ഫോമുല ഇതാണ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 1/u ആണ്. പക്ഷെ എടുക്കുന്ന പലരും തെറ്റിക്കും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുമ്പോൾ തെറ്റിക്കും. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നായിരുന്നു മനസ്സിലാക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കണക്ക് ചെയ്യുക. അതായത് 12 ഈക്വൽ ടു 14 - 2 എന്നോ എന്തെങ്കിലും ചെയ്ത് നോക്കാം. 12 എന്ന് പറഞ്ഞാൽ 14 അത് ഇതുപോലെയല്ലേ കിടക്കുക. ഇവിടുന്ന് 12 അല്ല കണ്ടുപിടിക്കേണ്ടത്, ഇവിടുന്ന് 12 ആണ്. അല്ല സോറി, ഇവിടുന്ന് നമുക്ക് 2 അല്ല കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെയാണെങ്കിൽ ഇവിടെ 1/u ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇവിടെ 2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 14 2 ആണ് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ 1/u കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/v-യിൽ നിന്ന് 1/f ആണ് കുറയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ 1/u കണ്ടുപിടിക്കാൻ വേണ്ടി 1/v-യിൽ നിന്നും 1/f കുറയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്തോളൂല്ലോ. ചെയ്തോ. ഇത് ശ്രദ്ധിക്കാട്ടോ, ഈ ഒരു സ്റ്റെപ്പിൽ തെറ്റ് പറ്റും. കാരണം നമ്മൾ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോണ്ട്. എന്തെങ്കിലും സംശയമുള്ള ഒരു ഈ മെത്തേഡ് കേട്ടോ, സിമിലർ ആയിട്ടുള്ള ഒരു ഇതിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എന്താണ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് നോക്കുക. ഇവിടെ 2 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 14 12 കുറയ്ക്കുക, അല്ലാണ്ട് 12 14 അല്ല കുറയ്ക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഓക്കെ, ചെയ്തു. ഇബ്രാഹിം ബാദുഷ പറഞ്ഞോ, 1/v എത്ര ഇബ്രാഹിം ബാദുഷ? 1/-10. 1/-10 മൈനസ് 1/f എത്രയാ? -50. -50. ഓക്കെ, ഇനി ക്രോസ് ചെയ്യാം അല്ലെ. എങ്ങനെയാ ക്രോസ് ചെയ്യുക സുഹേല? ഒന്ന് ക്രോസ് ചെയ്ത് പറഞ്ഞേ, എങ്ങനെ ക്രോസ് ചെയ്യും? 1 × 50. മൈനസ് നോക്കൂ സുഹേല, അതിൽ പ്രശ്നമാണ് കേട്ടോ. 1 × -15 -15 അല്ലെ. ഓക്കെ, ഇനി അടുത്ത -10. 1 × -10 അല്ലെ. ഇത് ഓക്കെ. 1 × -10 എത്ര സുഹേലെ? 10 -10. -10. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വേറെ വരില്ലേ? ഈ ഒരു നെഗറ്റീവ് ഇല്ലേ, അത് സെന്ററിൽ ഇട്ട് കൊടുക്കുക. നെഗറ്റീവ്. ഓക്കെ, ഇനി താഴെ ഒന്ന് പറഞ്ഞ സുഹേലെ, താഴെ എന്താ വരിക? -10 × -15. താഴെ നമ്മൾ എന്തൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും? ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. -10 × -15.
-10 into -15. ഓക്കെ, ഇനി ആരാ പറയാ? ഷുഹൈബ് VS പറഞ്ഞോ. -15. ഈ മൈനസ് എന്താവും? 2 മൈനസ് അടുത്തടുത്ത് എന്താ ചെയ്യാ? പ്ലസ് ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. ഇതേ സാധനം തന്നെ കേട്ടോ. അപ്പൊ 2 നെഗറ്റീവ് അടുത്തടുത്ത് വരുന്ന എന്താക്കുക? പ്ലസ് ആക്കുക. അപ്പൊ +10 എന്ന് വരും കേട്ടോ. ഓക്കെ, +10 ഡിവൈഡ് ബൈ താഴെ എന്ത് വരും? ഇവിടെ 2 നെഗറ്റീവാ, സെയിം സാധനം 150 വരും. ഓക്കെ, ഇനി ഡിഫറന്റ് സൈൻ വന്ന് നമ്മൾ എന്താ ചെയ്യാ? ആദിൽ കെ അബ്ദുൽ സലാം നമ്മൾ ആഡ് അല്ലേ ചെയ്യാ അല്ലെ? 10 - 5 എന്ന് പറഞ്ഞാൽ നമ്മൾ 10ഉം 5ഉം കൂട്ടുമല്ലേ ചെയ്യണ്ടേ? ആ, ഡിഫറന്റ് സൈൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആഡ് ചെയ്യണോ സബ്സ്ട്രാക്ട് ചെയ്യണോ? വലിയ ഇതിന്റെ ഇത് ചെയ്യണം. ആഡ് ചെയ്യണോ സബ്സ്ട്രാക്ട് ചെയ്യണോ? ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം. ഡിഫറന്റ് സൈൻ വരുമ്പോൾ ആഡ് ആണ് ചെയ്യാ. 10 - 5 എന്ന് പറയുമ്പോൾ അതില് 10 5 15 ഇങ്ങനെയാണോ പറയാ? സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, എന്നാ സബ്സ്ട്രാക്ട് ചെയ്ത് പറഞ്ഞോ. അതിലെ -5 ഡിവൈഡ് ബൈ 150. ഇതിന് ചെയ്യുവല്ലേ? അതില് 5/150. നമ്മളോട് ആരും 1/v ചോദിച്ചിട്ടില്ല അല്ലെ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് v കാണാനാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് 1/v ആണ്. അപ്പൊ v കാണാൻ വേണ്ടി അതിനെ തിരിച്ചെടുക്കാം. അപ്പൊ 150/-5 എന്ന് വരും. എത്ര കിട്ടും? അതിലെ കണ്ടാൽ തന്നെ അറിയാലോ എത്ര കിട്ടും. -10. ഇത് 15 അല്ല, 5 ആ. എത്ര കിട്ടും? കിട്ടിയാ? റബീസിന് കിട്ടിയ? എത്ര കിട്ടിയേ? -30. ഓക്കെ, സെന്റിമീറ്റർ എഴുതണേ. സെന്റിമീറ്റർ. എത്ര പേർക്ക് -30 കിട്ടിയെന്ന് കൈവെക്കാവോ? മുഖത്തിന് നേരെ ഒന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞോ. 1/u അല്ലേ? യു ആണോ ചോദിച്ചേക്കുന്നത്? സോറി. ക്വസ്റ്റ്യനിൽ യു അല്ല ചോദിച്ചേക്കുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, u = 30. അപ്പൊ യു വയ്ക്കുന്ന എത്ര സെന്റിമീറ്റർ മാറിയായിരിക്കും? 30 സെന്റിമീറ്റർ മാറിയിട്ടായിരിക്കും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മാഗ്നിഫിക്കേഷൻ. അടുത്ത ഹെഡിങ് കൊടുത്തോ, മാഗ്നിഫിക്കേഷൻ. ഓക്കെ, മാഗ്നിഫിക്കേഷൻ ഹെഡിങ് കൊടുത്തോ. ഓക്കെ, ആദ്യം തന്നെ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നതിന് മുന്നേ വൈ മാഗ്നിഫിക്കേഷൻ, എന്തുകൊണ്ട് മാഗ്നിഫിക്കേഷൻ എടുക്കുന്നു? ആർക്ക് പറയാം? എന്തിനാ മാഗ്നിഫിക്കേഷൻ നമ്മൾ എടുക്കുന്നത്? മുഹമ്മദ് ബിൻഷാദ് പറഞ്ഞ മോനെ, എന്തിനാ മാഗ്നിഫിക്കേഷൻ? ഹൈറ്റ് ഓഫ് ദി ഇമേജ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാനാണോ? അതോ അത് തമ്മിൽ കമ്പയർ ചെയ്യാനാണോ? കമ്പയർ ചെയ്യാൻ അല്ലെ? നമുക്ക് അറിയണം ഇമേജിന് എത്രമാത്രം വലിപ്പം കൂടി അല്ലെ, അല്ലെങ്കിൽ എത്രമാത്രം വലിപ്പം ഇമേജിന് കുറഞ്ഞു എന്നറിയണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിച്ചേ, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു അല്ലെ, നമുക്ക് കമ്പയർ ചെയ്യാണ്ട് സൈസ് പറയാൻ പറ്റില്ല, കമ്പയർ ചെയ്യാണ്ട് സ്പീഡ് പറയാൻ പറ്റില്ല അല്ലെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചപ്പോൾ പറഞ്ഞു കമ്പയർ ചെയ്യാണ്ട് സ്പീഡ് പറയാൻ പറ്റില്ല. അതുപോലെ മിറർ പഠിച്ചപ്പോൾ പറഞ്ഞു കമ്പയർ ചെയ്യാണ്ട്. കമ്പാരിസൺ ആണ് നമുക്ക് സൈസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരു സാധനത്തിന് ഹൈറ്റ് കൂടുതലാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഹൈറ്റുള്ള ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഇവിടെ മാഗ്നിഫിക്കേഷൻ 2 ആന്ന് പറയുന്ന പോലെ. കാരണം ഈ നെയിലിന്റെ 2 ടൈംസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ മാഗ്നിഫിക്കേഷൻ 2 ആണ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന നെയിലും ഇതുമല്ല, ഒബ്ജക്റ്റും ഇമേജും. ഓക്കെ, ഇവിടെ നെയിലിന് പകരം ഒബ്ജക്റ്റ് ആയി, പെന്നിന് പകരം ഇമേജ് ആയി. എന്നിട്ട് നമ്മൾ എന്ത് പറയും? എത്ര ടൈംസ് ഈ നെയിൽ ഒബ്ജക്റ്റിനേക്കാളും വലുതാണ് ഇമേജ്? ഓക്കെ, എത്ര ടൈംസ് ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും സൈസ് കൂടുതലാണ്, ഇമേജിന്റെ സൈസ് എത്ര ടൈംസ് കൂടുതലാണെന്ന് കാണിക്കുന്നതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനേഷൻ ഉണ്ട്, ഇറ്റ് ഈസ് എ റേഷ്യോ. ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും തമ്മിലുള്ള റേഷ്യോക്കാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ കഥാപ്രസംഗം വേണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ് എന്താണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, എഴുതി വെച്ചു. എന്താണ് മാഗ്നിഫിക്കേഷൻ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സൈസ് ഓഫ് ദി, അല്ലെങ്കിൽ ഹൈറ്റ് സൈസ് ഒക്കെ സെയിം മീനിങ് ആണ് കേട്ടോ. height of the image to the height of the object. It is a ratio of height of the image to the height of the object. Object in the height um image in the height um തമ്മിലുള്ള ഒരു ratio, അതാണ് magnification. It is a ratio of height of the object to the height of the image to the height of the object.
height of the image to the height of the object. Okay. പറഞ്ഞോ. ഈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് ടു ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഇല്ല നമ്മൾ റേഷ്യോ പറയുമ്പോൾ അങ്ങനെ പറയാം. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് ടു ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഓക്കെ, നമ്മൾ ഇമേജിന്റെ ഹൈറ്റ് അല്ലേ പറയുന്നത്. മാഗ്നിഫിക്കേഷൻ പറയുന്ന ഒബ്ജക്റ്റിന്റെ എത്ര ടൈംസ് ഇമേജ് എന്നല്ലേ. ഓക്കെ, അങ്ങനെയല്ല അത് ഡിഫൈൻ ചെയ്യുക. അതുകൊണ്ടാണ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഓക്കെ, കഴിഞ്ഞോ? ഇനി വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. അതായത് ഇറ്റ് ഷോസ് ഹൗ മെനി ടൈംസ് ഇമേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഒബ്ജക്ട്. ഒബ്ജക്റ്റിനേക്കാൾ എത്ര ടൈംസ് ഇമേജ് വലുതാണെന്നുള്ളത്. ഓക്കെ, എഴുതിക്കോ. ഇറ്റ് ഷോസ് ഹൗ മെനി ടൈംസ് ഇമേജ് ഈസ് ലാർജർ ദാൻ ദി ഒബ്ജക്ട്. ഇറ്റ് ഷോസ് ഹൗ മെനി ടൈംസ് ഇമേജ് ഈസ് ലാർജർ ദാൻ ദി ഒബ്ജക്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സെയിം പാറ്റേൺ. മാഗ്നിഫിക്കേഷന് 2 ഇക്വേഷൻ ആണുള്ളത്. ഏതൊക്കെയാണ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഒരു ഇക്വേഷൻ ആർക്ക് പറയാം? ആ ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. പറഞ്ഞോ ഒരാൾ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞു. സർ m is equal to hi/ho. m equal to hi/ho അല്ലെ? അതൊരു ഇക്വേഷൻ. അതോടെ നോട്ട് ചെയ്തോ. m equal to hi/ho. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. hi/ho. ഓക്കെ, അടുത്തത് ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. അത് ആർക്ക് പറയാൻ പറ്റും? പറഞ്ഞോ, അച്ചു പറഞ്ഞോ. -v/u അല്ല കേട്ടോ. ഇവിടുത്തെ ഒരു ഇക്വേഷൻ കുഞ്ഞു മാറ്റം. കുഴപ്പമില്ല. -v/u എന്ന മൈനസ് അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞേക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് അല്ല, ഇവിടെ വരുന്നത് +v/u ആണ്. ഓക്കെ, +v/u. m equal to +v/u ആണ് ഇവിടെ വരിക. എലിസബത്ത് എഴുതിയോ? 2 ഇക്വേഷൻ എഴുതിയോ? ഓക്കെ, ഇവിടെ നോക്കൂ. ബോർഡ് ഷെയർ ചെയ്യാവേ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? m is equal to hi/ho അല്ലെങ്കിൽ m is equal to v/u. ഓക്കെ, അപ്പൊ നമ്മൾ ലെൻസ് ഫോർമുല പഠിച്ചപ്പോ എങ്ങനെയായിരുന്നു? 1/f equal to 1/v minus 1/u അല്ലെ? ഇവിടെ ഒരു മൈനസ് കയറി വരുവാ ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ ഒരു മൈനസ് പോവാ ചെയ്തത്. മിറർ ഫോർമുല ഇത് പറയുന്നത് കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. ഇവിടെ നിന്നുള്ള, അതായത് ഈ മൈനസ് എവിടെ നിന്നാ വന്നേ? ഈ മൈനസ് ഇവിടെ നിന്നാ വന്നത് കേട്ടോ. ഇനി എക്സാമിന് എഴുതി വെക്കരുത് കേട്ടോ. ഇത് ശരിക്കും ഒരു പൊട്ടത്തരാണ്. ഞാൻ ചുമ്മാ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതായത് ഇവിടുത്തെ നെഗറ്റീവ് ചാടിപ്പോയി ഇവിടെ പോയിരുന്നു ആലോചിച്ചാൽ മതി. ഓക്കെ, അതായത് ഇവിടെ നെഗറ്റീവ് ഇടണ്ട, പകരം ഇവിടെ നെഗറ്റീവ് ഇടുക. മിറർ ഫോർമുല ലെൻസ് ഫോർമുല വരുമ്പോൾ മാറിപ്പോരുത്. ഓക്കെ, ഇത് എങ്ങനെ ഇവിടെ നെഗറ്റീവ് വന്നതെന്നൊക്കെ നിങ്ങൾ +2 പഠിച്ചോളൂ. അതൊക്കെ ന്യൂമറിക്കൽ കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന +2 ലെവലിലാണ്. +1 +2 ലെവലിലാണ്. ഇതിന്റെ ഫിസിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ന്യൂമറിക്കൽ ഒരുപാട് വരുന്നത് +1 +2ലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പൊ എങ്ങനെയാണ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ 10 പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക. 1/v minus 1/u ആണ്. m equal to v/u ആണ്. m equal to hi/ho. ഈ 3 ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്കിത് ചെക്ക് ചെയ്യണം അല്ലെ? ഇത് ഇവർ ചുമ്മാ പറഞ്ഞേക്കുന്നതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി കുറച്ച് കേസുകളൊക്കെ മുന്നേ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മുന്നേ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് കയ്യിലുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ മൈൻഷ കേട്ടോ. ഓക്കെ, കാരണം അവരുടെ കയ്യിലാണ് കേസുകൾ ഉള്ളൂ. ഓക്കെ, അപ്പോ മൈൻഷ എന്ത് ചെയ്യും? എവിടെ പോയി? എന്ത് ചെയ്യും ഇനി? ഞാൻ കേസ് 1 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കേസാ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അതെങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അവര് അവിടെ നിന്ന് വന്നില്ല എന്നാ പിന്നെ കാണണ്ട, അങ്ങനെയല്ല കേട്ടോ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് അത് ചോദിച്ച് ഇവിടെ ഓഫീസിൽ വിളിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തോളണം. ഓക്കെ, അപ്പൊ കേസ് 1, ഒന്നാമത്തെ കേസ്. കേസ് 1 നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എവിടെ ചെയ്തേക്കെന്നറിയോ? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന്റെ താഴെ ചെയ്തിട്ടുണ്ട്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന്റെ താഴെ. മായിൻഷിപ്പ് എന്റെ കൂടെ എഴുതി പൊക്കോ കേട്ടോ, നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന് താഴെ ഒരു 4-5 കേസുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കേസ് 1 ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അതിൽ നമുക്ക് ഓരോന്നിന്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. പറഞ്ഞോ. m equal to ഫസ്റ്റ് കേസിൽ എങ്ങനെയാ? കിട്ടിയോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞേ. ചിലക്ക് കിട്ടിക്കാണില്ല. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന്റെ താഴെ കുറെ ലെൻസിന്റെ പടവും
ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് ഡിസ്റ്റൻസിന്റെ സൈൻ ഒക്കെ ഇട്ട് നമ്മൾ ചെയ്തില്ലേ? ആ പറഞ്ഞോ. എക്സാമ്പിൾ ആയിട്ട് അത് തന്നെ എക്സാമ്പിൾ ആയിട്ട് ചെയ്ത്. ഓക്കെ, ആ എക്സാമ്പിൾ എന്നിട്ട് ഇനി കേസ് ഇടുമ്പോൾ പിള്ളേർക്ക് സംശയമാണ്. കേസ് ഇടുമ്പോൾ മറ്റേ ഇതിന്റെ കേസിലേക്ക് പോകും, റേ ഡയഗ്രത്തിന്റെ. അതുകൊണ്ട് എക്സാമ്പിൾ എന്നിട്ടോ. എക്സാമ്പിൾ 1 നമ്മൾ ചെയ്തില്ലേ? ഓക്കെ, എക്സാമ്പിൾ 1 എങ്ങനെയായിരുന്നു? ഓക്കെ, എക്സാമ്പിൾ 1 HI/HO എന്ന് പറഞ്ഞ അതിനകത്ത് HI/HO ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അത് റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. HI/HO എങ്ങനെയായിരിക്കും? 1/3 സൈൻ -1/3 സൈൻ പറയണം. -1/3. ഇത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ല? എവിടെയാണ് കിട്ടിയോ? ഓക്കെ, -1/3. അതുപോലെ തന്നെ അതേ ഇക്വേഷനിൽ നിങ്ങൾ V/U ഇട്ട് ചെയ്യും. ഏത് ആൻസർ കിട്ടാൻ നോക്ക് കേട്ടോ. ചെയ്യ് സ്വന്തമായിട്ട് ചെയ്യും, എല്ലാരും ചെയ്യും. കിട്ടിയോ? ഷാൻ എത്ര കിട്ടിയേ? 3. ഏതൊക്കെയാ? V എത്രയാ? അതിനകത്ത് V എത്രയാ? 8. ഏതാ? കേസ് 1 V8 അല്ലെ? V8. U എത്രയാ? 24. ഷാൻ നോക്കിയപ്പോ 8/24 ചെയ്യാറിയില്ല. 24/8 അങ്ങ് ചെയ്തേക്കാം അല്ലേ? ആണോ? 8/24 3 ആണോ? സർ -24 -24. പിന്നെ ആൻസർ 3 അല്ല. ആൻസർ 3 ആണോ ഷാനെ? ഡിവൈഡ് ചെയ്യുമ്പോ ഇവിടെ 8 വെച്ച് വെട്ടിപ്പൊക്കുള്ളൂ. ഇത് 8 വെച്ച് വെട്ടിക്കളയാം. ഇവിടെ 1 8, ഇവിടെ 3 8 വരും. അപ്പൊ എത്ര വരും? 8/24 അല്ലെങ്കിൽ 24/8 എത്ര ഷാനെ കിട്ടിയ? അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 25/8 എത്ര കിട്ടിയേ? 3. അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. എത്രയായിരിക്കും? 1/3. അപ്പൊ ഇവിടെ ആൻസർ 1/3. പക്ഷെ പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്ത ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് 2 സെയിം ആയിട്ടേ കിട്ടുള്ളൂ കേട്ടോ. 2 സെയിം ആയിട്ടേ കിട്ടുള്ളൂ. അത് 2 മാഗ്നിഫിക്കേഷൻ ആണ്. ഇനി അടുത്ത കേസ് എക്സാമ്പിൾ 2. പറഞ്ഞോ. ഇല്ല, എങ്ങനെ -3 എന്ന് വരിക? 1/3 എന്ന് പറഞ്ഞാൽ 0.3 ഉള്ളൂ. 0.3 അതെങ്ങനെ -3 ആവുന്ന? എങ്ങനെയാ? 0.3 പിടിച്ച് നമുക്ക് 3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല കേട്ടോ. 1/3 അല്ലാതെ 3/1 ആണെങ്കിൽ ഓക്കെ. പറഞ്ഞുതരാലോ. ഇത് ഇക്വേഷൻ നമ്മൾ ആ എക്സാമ്പിൾ ചെയ്തിട്ടില്ലേ? എക്സാമ്പിൾ ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് നമ്മൾ ചെയ്ത എക്സാമ്പിൾ എടുത്തോ. അതിനകത്ത് HIയുടെയും വാല്യൂ ഇല്ലേ? അതെടുക്ക്. ആ എക്സാമ്പിളിൽ നിന്ന് HIHയുടെ വാല്യൂ എടുക്കുക. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടേക്കണേ. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടേക്കണയാ. 1ഉം 3ഉം ഒക്കെ നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വിയുടെയും യുടെയും വാല്യൂ എടുക്കുക. അതേ എക്സാമ്പിളിൽ നിന്ന് തന്നെ. ആ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇത് ഇങ്ങനെ ഒരു ലെൻസ് വരച്ചിട്ടേ നമ്മൾ ഇവിടെ ഒബ്ജക്റ്റും ഇവിടെ ഇമേജും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സൈസ് എത്രയാണ്? 3 സെന്റിമീറ്റർ. ഇതിന്റെ സൈസ് 1 സെന്റിമീറ്റർ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ 24 സെന്റിമീറ്റർ. ഇവിടെ നിങ്ങളുടെ 8 സെന്റിമീറ്റർ. ഇത് ഇവിടെ നിന്നാ കിട്ടുന്നത്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? കാണാത്ത ആരെങ്കിലും കൈവയ്ക്ക്. ഈ എക്സാമ്പിൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു. ഓക്കെ, ഇവിടെ നിന്നാ കിട്ടി. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? HIയുടെ എത്രയാ? 3. അതാ ഇവിടെ ഇട്ട് കൊടുത്തല്ല, സോറി, HIയുടെ 1 അതേ ഇട്ട് കൊടുത്തേക്കണേ. കണ്ടോ? HIയുടെ 1 ഇട്ട് കൊടുത്തേക്കണേ. അതുപോലെ HO ആണ് 3 ഇട്ട് കൊടുത്തേക്കണേ. ഓക്കെ, ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ് ഇട്ട് കൊടുത്തേക്കണേ. 24. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ് ഇട്ട് കൊടുത്തേക്കണേ. നെഗറ്റീവ് വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്കല്ല, അപ്പൊ നെഗറ്റീവ്. ഇനി ഇമേജ് റൈറ്റ് സൈഡിലാണ് 8 സെന്റിമീറ്റർ. അതാണ് 8 ഇട്ട് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണ് എക്സാമ്പിൾ 2 എടുത്തു. എക്സാമ്പിൾ 2 അതിനകത്ത് എക്സാമ്പിൾ 2യുടെ മാഗ്നിഫിക്കേഷൻ പറഞ്ഞോ. ഈ 8/-24 അല്ലേ? അപ്പൊ വെട്ടി പോകുമ്പോ 3 മൈനസ് വരില്ലേ? അതെന്താണെന്നറിയോ? നമ്മൾ ഈ 3 മേളിൽ വന്നാലും താഴെ വന്നാലും കുഴപ്പമില്ല. എന്തായാലും ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ -3 അല്ലേ കിട്ടുള്ളൂ. രണ്ടിന്റെ ആൻസർ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്തായാലും -0.3 അല്ലേ? അത് മേളിലിട്ടാലും താഴെ ഇട്ടാലും, ഫൈനൽ ആൻസർ മേളിലിട്ടാലും താഴെ ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ആൻസർ കറക്റ്റ് അല്ലേ? രണ്ടിന്റെ ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. 1/-3 ചെയ്താലും -0.3 കിട്ടുക. -1/3 ചെയ്താലും
-0.3 കിട്ടുക. അതുകൊണ്ട് എവിടെ ഇട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചെയ്തോ. അടുത്ത എക്സാമ്പിൾ 2. സാറേ എക്സാമിന്റെ കൂടെ അങ്ങ് ചെയ്തു പോയാൽ പോരെ ആ പേജ് തന്നെ? എവിടെ അതിന്റെ കൂടെ ചെയ്യാനാ? ആ അതിന്റെ കൂടെ ചെയ്യണേ അതിന്റെ കൂടെ ചെയ്തോ. ഞാൻ പിന്നെ മാഗ്നിഫിക്കേഷൻ അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഓക്കെ, എന്റെ കൂടെ ചെയ്യണേ കൂടെ ചെയ്തോ, കുഴപ്പമില്ല. അതിന്റെ കൂടെ തന്നെ ചെയ്തു നോക്കാം. എന്നിട്ട് സൈഡിൽ ഒരു ബോക്സ് വരച്ചാൽ മതിയല്ലോ എമ്മിനെ അല്ലേ? അങ്ങനെ ചെയ്യണേ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എക്സാമ്പിൾ 2 അല്ലെങ്കിൽ ഇവിടെ ചെയ്തോ, മാഗ്നിഫിക്കേഷന്റെ താഴെ ചെയ്ത് എക്സാമ്പിൾ 2. ഓക്കെ, എക്സാമ്പിൾ 2യുടെ മാഗ്നിഫിക്കേഷൻ HI/HO. ഞാൻ ചോദിക്കാം, ഓരോരുത്തരോട് ചോദിക്കാം. HI/HO. ഷാരൂഖ് ഒന്ന് പറഞ്ഞ HI/HO എത്രയാ? HI എത്രയാ? എക്സാമ്പിൾ 2 -2. -2. HO എത്രയാ? 2. -1. ഓക്കെ, ഐഷ നസ്രിൻ. ഇനി V/U വെച്ചിട്ട് പറ. V/U വെച്ചിട്ട് പറ. V/U. V എത്രയാ? 20. 20. ഓക്കെ, 20 ആണ്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയുന്നില്ല. പോസിറ്റീവ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ്. ഓക്കെ, പിന്നെ HO -20. HO -20. ആൻസർ എന്തായിരിക്കും? -1. രണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞെങ്കിൽ എക്സാമ്പിൾ 3. M = HI/HO. ആരാ പറയാ? ഗൗരി പറഞ്ഞോ. -3 by +1 is equal to -3. 3/1 is equal to -3. അൽഫിയ, V/U വെച്ചിട്ട് പറ. V/U വെച്ചിട്ട് എങ്ങനെ വരും? +18/-6. +18/-6. ആൻസർ വീണ്ടും -3 തന്നെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ പറയാം, ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ പറയാം. ഓക്കെ, അഫിയ പറഞ്ഞോ മാഗ്നിഫിക്കേഷൻ. M = അടുത്ത എക്സാമ്പിൾ 4 ഉണ്ട്. HI/HO എത്ര കിട്ടുക? -3/-1. -3/-3 അല്ലേ? -3/-1. -3/-1 എത്ര ആൻസർ കിട്ടുക? +3. ഓക്കെ, അടുത്ത അയാൻ. V/U വെച്ചിട്ട് പറ. V/U വെച്ചിട്ട്. സാറേ കേസ് 4 ആണോ? കേസ് 4, എക്സാമ്പിൾ 4 അത് തന്നെ. അതില് V = -15. -15. U = -5. അതാ -5. എന്താ സംശയം? എന്താ ഉറപ്പിച്ച് പറഞ്ഞോ. 15/5 എത്ര ആൻസർ? വേറെയാണ്. ഇതല്ലേ? അഫിയനെ പറ്റിച്ചോ? വാല്യൂ തെറ്റിട്ടേക്കണേ. എത്രയാണ്? എത്രയൊക്കെ HH എത്രയൊക്കെ വന്നെ? അപ്പോ 6 സെന്റിമീറ്റർ. അഫിയ 6 അഫിയക്ക് മാറിപ്പോയപ്പോ? അഫിയ 6ഉം 2 ആണല്ലോ. ഞാൻ 6 2 അല്ലേ പറഞ്ഞേ? 6 2 പറഞ്ഞേ. ഞാൻ പിന്നെ ഇങ്ങനെ 3 എഴുതിയേ. അല്ല, ഞാൻ കേസ് 3 ആ പറഞ്ഞേ. ഓക്കെ, അപ്പൊ 3 +3 ഇതിന്റെയും വരുമ്പോ +3 വരും. ഇപ്പൊ ഏതാണെങ്കിലും +3 ആണല്ലേ? ഓക്കെ, ഇനി എക്സാമ്പിൾ 5. ഓക്കെ, എക്സാമ്പിൾ 5 മുഹമ്മദ് ഇൻസാഫ് പറയട്ടെ. പറഞ്ഞോ. HI/HO +2/4 +4. 1/2 അല്ലേ? 2/4 എന്ന് പറഞ്ഞാൽ 1/2. 4/2 റെസിപ്രോക്കൽ ആണ് 2/4. അപ്പൊ 1/2. ഓക്കെ, അടുത്ത ഇക്വേഷൻ. അബ്ദുൽ അസീസ്. സാർ -4/-8. -4/-8 എത്ര വരും? +2. 4/8 അല്ല ഒന്ന് പറഞ്ഞോ. 4 എത്ര? 1/2.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ എക്യൂപ്പും കഴിഞ്ഞു, എക്സിക്യൂട്ടും കഴിഞ്ഞു. ഇനി എൻലൈറ്റൻ ആണ് കേട്ടോ. നിങ്ങളുടെ തലച്ചോറൊക്കെ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് കുറെ കൺക്ലൂഷൻസ് പറയാൻ പോവാണ്. നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഓരോ മാഗ്നിഫിക്കേഷന്റെ വാല്യൂസും എടുത്തു വെച്ച് നോക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് നോക്കി മാഗ്നിഫിക്കേഷന്റെ ഞാൻ പറയാം. പോസിറ്റീവ് കിട്ടിയ കേസുകളൊക്കെ നിങ്ങൾ നോക്കി. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് കിട്ടിയ കേസുകളൊക്കെ നോക്ക്, എടുത്തു നോക്ക് സമാധാനത്തോടെ. ആ പോസിറ്റീവ് കിട്ടിയ കേസുകളൊക്കെ ഒന്ന് നോക്കി. എന്നിട്ട് ആ കേസുകളിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടവർ ആനലൈസ് ചെയ്തു. ആ പോസിറ്റീവ് കിട്ടിയ കേസിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടവർ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് കിട്ടിയത് നെഗറ്റീവ് കിട്ടിയത് നോക്കിക്കോ, രണ്ടും നോക്കിക്കോ. എന്നിട്ട് എന്തെങ്കിലും പ്രത്യേകത തമ്മിലുണ്ടോ നിങ്ങൾ ആ ഇത് നോക്കിയാൽ മതി. ആ വരച്ചേക്കുന്ന ഡയഗ്രാം അതിൽ ആനലൈസ് ചെയ്താൽ മതി. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് കിട്ടിയ കേസ് നോക്കുക, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് കിട്ടിയ കേസുകൾ നോക്കുക. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ആ രണ്ട് കേസുകൾ തമ്മിലുണ്ടോ നോക്കുക. ഓക്കെ, ആർക്കൊക്കെ കിട്ടി? ഓക്കെ. എല്ലാവരും നോക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് കിട്ടിയ കേസുകളും നെഗറ്റീവ് കിട്ടിയ കേസുകളും നോക്കിയിട്ട് എന്തെങ്കിലും പ്രത്യേകത, എന്തെങ്കിലും വ്യത്യാസം അതിനകത്തുണ്ടോ നോക്കുക. ഓക്കെ, ഹാൻഡ് റൈസ് അതിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ, എത്ര പേർക്ക് കിട്ടി? 1 2 3 4 5 പറഞ്ഞോ. സാർ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറിക്കോട്ടെ, എന്റെ ഹാൻഡ് റൈസ് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പോഴും പകുതി പേരേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ല. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വന്നപ്പോഴും പോസിറ്റീവ് വന്നപ്പോഴും ഒരു പ്രത്യേകത ആ ഇമേജിനില്ല. ഇമേജിന് ഒരു പ്രത്യേകത ആളുകൾ കൂടി എന്താണ് കുഴപ്പമില്ല. ഓക്കെ, ഇതിപ്പോ ആൾക്കാർ കൂടിയില്ല. ഓക്കെ, ഞാൻ ഒരാൾ ചോദിച്ചോളാം. ബിലാലെ പറഞ്ഞോ. ബിലാലെ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് കിട്ടിയപ്പോ എന്താ ബിലാലിന് മനസ്സിലായേ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് കോൺകേവിന് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. കോൺകേവിനോ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവോ? കോൺവെക്സാ. പക്ഷെ ഇമേജിന്റെ പ്രത്യേകത, ഇമേജിന് എന്ത് പ്രത്യേകത തോന്നുന്നത്? അത് ലെൻസ് അല്ലാണ്ട് ഇമേജിന് എന്ത് പ്രത്യേകത തോന്നുന്നത്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്ന കേസിലെ ഇമേജിന് പ്രത്യേകത എന്താ? നോക്ക്. മാഗ്നിഫിക്കേഷൻ ഇപ്പൊ കോൺവെക്സിന് നെഗറ്റീവും വരണ്ടല്ലോ. ഓക്കെ, അയാൻ പറഞ്ഞു കൊടുക്ക്. എന്ത് പ്രത്യേകത പോസിറ്റീവ് മാഗ്നിഫിക്കേഷന് തോന്നി? പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ വരുമ്പോ ഇമേജ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്ന കേസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയേ. ഏതൊക്കെ കേസാ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്ന കേസുകള്? കേസ് അല്ല, ഒന്നാമത്തെ എക്സാമ്പിൾ അല്ല, നാലാമത്തെ എക്സാമ്പിളും അഞ്ചാമത്തെ എക്സാമ്പിളും നോക്കിയേ, 4ഉം 5ഉം. ഓക്കെ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് വന്നപ്പോഴൊക്കെ നമുക്ക് കിട്ടിയ ഇമേജ് എന്തായിരുന്നു? വിർച്വൽ ആയിരുന്നു. അപ്പൊ അത് ഒന്നാമത്തെ കണ്ടെത്തലാണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്ന വിർച്വൽ ഇമേജ് ആയിരിക്കും അത്. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വന്ന കേസുകൾ നോക്കിയേ. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വന്ന കേസുകൾ ഈശാൻ പറഞ്ഞോ. എമ്മിന്റെ വാല്യൂ നെഗറ്റീവ് വന്ന കേസുകളൊക്കെ എടുത്തു നോക്ക്. എന്താ മനസ്സിലാക്കാൻ പറ്റിയ കഴിഞ്ഞേ? ഇഷാൻ പറഞ്ഞോ. റിയൽ ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വന്ന കേസില് ഇമേജ് റിയൽ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇനി എവിടെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് കണ്ടാൽ അപ്പൊ തന്നെ മനസ്സിലേക്ക് വന്നോളണം ഇത് വിർച്വൽ ഇമേജ് ആണെന്ന്. അതുപോലെ എവിടെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് കണ്ടാലും അപ്പൊ മനസ്സിൽ വന്നോളണം ഇത് റിയൽ ഇമേജ് ആണെന്ന്. നമ്മുടെ മിറർ പോലെ തന്നെയാണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ വിർച്വൽ ഇമേജ് ആണ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്. തീർന്നില്ല, നമ്മൾ ഇനിയും കണ്ടെത്താൻ കുറെ കാര്യങ്ങളുണ്ട്. ഇനി നോക്കിക്കോട്ടോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വന്നപ്പോ എന്ത് പ്രത്യേകത ഇതിനുള്ളത് നോക്കിയേ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വന്നപ്പോ ലോവർ ഹാൻഡ് ചെയ്തോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഗൗരി പറഞ്ഞോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വന്നപ്പോ എന്ത് പ്രത്യേകത ഗൗരിക്ക് തോന്നി? ഇമേജും ഒബ്ജക്റ്റും സെയിം സൈസ് ആണ്. ഇമേജും ഒബ്ജക്റ്റും സെയിം സൈസും ആണ്, സെയിം ഡിസ്റ്റൻസിലും ആണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും സെയിം ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്ന് പറയാം, സെയിം സൈസ് അല്ലെ. ഇമേജ് ഓഫ് സെയിം സൈസ് ആണ് നമുക്ക് കിട്ടുക. ഇമേജ് ഓഫ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, HIയും HOയും ഈക്വൽ ആയിരിക്കും. 1 വന്ന കേസ് നോക്കിക്കോ, അങ്ങനെയല്ല ഫോം ചെയ്തിരിക്കുന്നത്. ഇനി 1ലും താഴെ വന്ന കേസ് നിങ്ങൾ നോക്കിയേ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ലും താഴെ വന്ന എക്സാമ്പിളുകൾ എടുത്ത് നോക്കിയേ. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ നോക്കി? ഇമേജിന്റെ സൈസ് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1ലും താഴെ വന്ന കേസിൽ ഏതൊക്കെ എക്സാമ്പിൾ ആണ് നോക്കട്ടെ. ഫസ്റ്റ് എക്സാമ്പിൾ 1ലും താഴെയാണ്.
ലാസ്റ്റ് എക്സാമ്പിളിലും 1 താഴെയാണ്. ഫസ്റ്റിലും ലാസ്റ്റിലും ആ രണ്ട് എക്സാമ്പിളിൽ ഇമേജ് എങ്ങനെയാണ്? ഇമേജിന് എങ്ങനെ പ്രത്യേകത? വലുതാണോ ചെറുതാണോ എന്താ കാണുന്നത്? നോക്ക്. ഫസ്റ്റ് എക്സാമ്പിൾ ലാസ്റ്റ് എക്സാമ്പിളും ആണ് നമുക്ക് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 താഴെ പോയത് അല്ലെ? പറഞ്ഞോ. ആരാ? ബിലാൽ പറഞ്ഞു. ബിലാൽ സ്റ്റക്കാണ്. വേറൊരാള് പറഞ്ഞു. ഹയ പറഞ്ഞു. ഇമേജ് ഹൈറ്റ് ഒബ്ജക്റ്റ് ഹൈറ്റിനേക്കാൾ ചെറുതാണ്. ഇമേജ് ഹൈറ്റ് ഒബ്ജക്റ്റ് ഹൈറ്റിനേക്കാളും ചെറുതാണ്. അപ്പൊ ഇനി എവിടെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 താഴെയുള്ള നമ്പർ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അവിടെ ഇമേജ് ഡിമിനിഷ്ഡ് ആണെന്ന്. ഓക്കെ, അതായത് ഇമേജ് ഹൈറ്റ് ഒബ്ജക്റ്റ് ഹൈറ്റിനേക്കാളും ചെറുതാണ്, അതായത് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 കൂടുതലുള്ള കേസ് നോക്കുക കേട്ടോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 കൂടുതൽ വരുന്ന കേസ് നോക്കിക്കേ. എവിടെ വരുന്ന നോക്കി? 3ഉം 4ഉം അല്ലെ? 3ഉം 4ഉം അല്ലേ വരിക? 3ഉം 4ഉം എന്ത് പ്രത്യേകത തോന്നുന്ന ഇമേജിന്റെ സൈസില്? നോക്കി 3ഉം 4ഉം എടുത്ത് നോക്കി. ഓക്കെ, ആരാ പറയാ? ഒരാൾ കൈവെക്കൂ. റബീസെ പറഞ്ഞോ. റബീസെ, ഇമേജ് ഹൈറ്റ് ഒബ്ജക്റ്റ് ഹൈറ്റിനേക്കാളും വലുതാ. ഇമേജ് ഹൈറ്റ് ഒബ്ജക്റ്റ് ഹൈറ്റിനേക്കാളും വലുതാണ്. മനസ്സിലായ? അപ്പൊ ഇവിടെ എന്ത് പറയും? ഇമേജ് ഹൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഒബ്ജക്റ്റ് ഹൈറ്റ്, അതായത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. ഇത് നമുക്ക് ഇത്രയും ചെയ്തതിന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കേട്ടാ. ഇതും ഒരു ആക്ടിവിറ്റി പോലെ തന്നെയാണ് കേട്ടാ. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ ആണ്. ഒന്നാമത്തെ ആയിരുന്നു എം പോസിറ്റീവ് ആണെങ്കിൽ അത് വിർച്വൽ ഇമേജ് ആണ്, എം നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ആണ്, 1 ആണെങ്കിൽ സെയിം സൈസ് ആണ്, 1 താഴെയാണെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, 1 വലുതാണെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആണ്. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് മാഗ്നിഫിക്കേഷൻ. അല്ലെങ്കിൽ ആ ഒരു നമ്പർ, ആ ഒരു മാജിക് നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പറയാൻ പറ്റും. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ ക്യാൻഡിൽ വേണ്ട, റേ ഡയഗ്രം വേണ്ട, ഒന്നും വേണ്ട. മാഗ്നിഫിക്കേഷൻ ആ ഒരു നമ്പർ മാത്രം മതി. നമുക്ക് അത് വെച്ചിട്ട് ഇമേജ് റിയൽ ആണോ ഇൻവെർട്ടഡ് ആണോ എന്ന് പറയാം, ഡിമിനിഷ്ഡ് ആണോ എൻലാർജ്ഡ് ആണോ എന്ന് പറയാം, അതുപോലെ ഇറക്റ്റ് ആണോ ഇൻവെർട്ടഡ് ആണോ എന്ന് പറയാം. ഇനി ഞാനത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വിട്ടു തരുവാണ്. നിങ്ങൾക്ക് ആൻസർ പറയാൻ ഞാൻ തരാം കേട്ടോ. ഓരോ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഞാൻ തരാം, നിങ്ങൾ അതിൽ നിന്ന് ആൻസർ പറയാം. ആൻസർ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ണടച്ച് പറഞ്ഞാൽ മതി. കാരണം നമുക്ക് അറിയില്ലാത്ത കുറെ പേരുണ്ട് കേട്ടോ. കൈ പൊക്കാനൊക്കെ മടിയുള്ള കുറെ പേരുണ്ട്. അവരൊക്കെ നമുക്ക് പിടിക്കണം കേട്ടോ. അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പോവാ? ഞാൻ കുറെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ തരും, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരെണ്ണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ, ഫസ്റ്റ് വാല്യൂ എം ഈക്വൽ ടു പിടിച്ചോ. എം ഈക്വൽ ടു 2. എം ഈക്വൽ ടു 2. ഓക്കെ, എം ഈക്വൽ ടു 2. നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നറിയോ? ആ ഇമേജ് ആരും ആൻസർ പറയണ്ട, നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ആ ഇമേജ് എം ഈക്വൽ ടു 2 എന്ന് എഴുതുക. എക്സാമ്പിൾ ആയിട്ട് ഇത് എക്സാമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എം ഈക്വൽ ടു 2 എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അത് റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് എഴുതുക. എം ഈക്വൽ ടു +2 ആണേ +2, അത് റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് എഴുതുക. എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്ന് എഴുതുക, അതോ സെയിം സൈസ് ആണോ എന്ന് എഴുതുക. പിന്നെന്താ എഴുതുക? ഇറക്റ്റ് ആണോ ഇൻവെർട്ടഡ് ആണോ എന്ന് എഴുതുക. 3 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാനുള്ളത്. ഒന്ന്, റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് എഴുതുക. സെക്കൻഡ് വൺ, എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ സെയിം സൈസ് ആണോ. തേർഡ് വൺ, ഇറക്റ്റ് ആണോ ഇൻവെർട്ടഡ് ആണോ, നേരെയാണോ തലരിഞ്ഞാണോ. ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. എമ്മിന്റെ വാല്യൂ +2. വോയിസ് അറൗണ്ട് ചെയ്തേക്കുന്നത് കൈ പൊക്കണ്ട, ഞാൻ ചോദിച്ചോളാം. നമുക്ക് എല്ലാരും നോക്കാനുണ്ട് കേട്ടോ. കുറെ പേര് ഇതൊന്നും അറിയാണ്ടിരിക്കുന്നുണ്ട്, അവരെ പിടിക്കണം നമുക്ക് കേട്ടോ. ഓക്കെ, കഴിഞ്ഞാ? 3 എഴുതി കഴിഞ്ഞാ? 3 എഴുതി കഴിഞ്ഞെങ്കിൽ അവിടെ ശ്രദ്ധിച്ചു. എന്റെ കണ്ണ് ശരിക്കും അടച്ചു, ഇനി തുറക്കണ്ട കേട്ടോ. കണ്ണ് ശരിക്കും അടച്ചു പിടിച്ചു, ഇനി ഒന്നും കാണണ്ട കേട്ടോ. കണ്ണടച്ചോ, ഉറങ്ങിപ്പോരുത് കേട്ടോ. ശരിക്കും കണ്ണടച്ച്. ഷേനെ കണ്ണടച്ചോ? ചെയ്ത് കഴിഞ്ഞ് കണ്ണടച്ചോ? ഇല്ലേ? എന്നെല്ലാരും ഒന്ന് കണ്ണു തുറന്നേ. ഷേന എഴുതി കഴിഞ്ഞില്ല. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി എന്ന് ശരിക്കും കണ്ണടച്ചോട്ടോ. ഓപ്ഷൻ തരാം, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. എല്ലാവർക്കും ആൻസർ വരാനുള്ള അവസരം കിട്ടുവാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോണം. നമ്മൾ ആദ്യം റിയൽ ആണോ വിർച്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. മാഗ്നിഫിക്കേഷൻ വാല്യൂ +2 കേട്ടോ. ശ്രദ്ധിച്ചോളാം. റിയൽ ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, വിർച്വൽ ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. മോത്തിന് നേരെ പിടിച്ചാലാണെങ്കിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. മോത്തിന് നേരെ പിടിച്ചാൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മോൻ കാണുമല്ലോ. ഓക്കെ,
അല്ല ഷാരൂഖ് കാണിക്കുന്നില്ല. ഷാരൂഖ് കാണിക്കുന്നില്ല കേട്ടോ. ഷാരൂഖിന്റെ മോൻ കാണുന്നില്ല. ഓക്കെ, അല്ലമീന് മാറിപ്പോയല്ലോ. അല്ലമീനെ എന്തു പറ്റി? ഓക്കെ, കുഴപ്പമില്ല. അടുത്തതിന് ആൻസർ ചെയ്യാം കേട്ടോ. കണ്ണടച്ച് തന്നെ വെച്ചോ. തുറക്കണ്ട. അപ്പോ ഒരാൾക്ക് തെറ്റിപ്പോയി, കുഴപ്പമില്ല. നമുക്ക് അടുത്തതിൽ ക്ലിയർ ആയിക്കോളൂ. അല്ലമീൻ. ഇനി അടുത്തത് എല്ലാർജിന് ശ്രദ്ധിച്ചു കേട്ടോ. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1 കാണിക്കുക, സെയിം സൈസ് ആണെങ്കിൽ 2 കാണിക്കുക, എല്ലാർജിന് ആണെങ്കിൽ 3 കാണിക്കുക. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. മുഹമ്മദ് ഇഷാനൊക്കെ കണ്ണും തുറന്നു വെച്ചിരിക്കും. എന്ത് പ്രയോജനം കിട്ടാനാ മോനെ കണ്ണ് തുറന്നു വെച്ചിരുന്ന ആൻസർ ചെയ്താ? ഇത് പറയുന്നത് കേൾക്കുന്നില്ല. ബാദുഷ കണ്ണ് തുറന്നു വെച്ചു. ഇവർക്ക് മലയാളം മനസ്സിലാവുന്നില്ലേ? കണ്ണ് അടച്ചു വെക്കാൻ പറയുന്നത് നിങ്ങളിൽ നിന്ന് ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ കുറച്ച് പേരോട് ചോദിച്ചാൽ എനിക്ക് പരിപാടി തീർക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അബ്ദുറഹ്മാൻ കാണിക്കുന്ന പോലും ഇല്ല. എന്തൊക്കെയാണ് അവസ്ഥ? അബ്ദുറഹ്മാൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒന്നുമില്ല പറയാൻ. ഒന്നും കാണിക്കുന്നത്, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ ഒന്ന് എല്ലാവരും കണ്ണു പറഞ്ഞേ. അബ്ദുറഹ്മാൻ എന്താ പറയുന്നത്? ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ല അബ്ദുറഹ്മാൻ വെറുതെ എന്തോ ചോദിച്ചപ്പോ ഇങ്ങനെ കാണിച്ചേക്കോ. സൂപ്പറാന്ന് കാണിച്ചേക്കുന്നതാണ്. എന്താണ് പറഞ്ഞോ? ഇവിടെ ക്ലാസ്സിലില്ലായിരുന്നു അല്ലേ? ചോദിച്ചത് കേട്ടില്ലെങ്കിൽ ചോദിക്കണ്ടേ? എന്റെ അടുത്ത് ചോദിക്കണ്ടേ? ഓക്കെ, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ഡിമിനിഷ്ഡ് ആണെങ്കിൽ അത് കുറെ എല്ലാം തന്നെ ശരിയാക്കി. ഡിമിനിഷ്ഡ് ആണെങ്കിൽ എന്താണ്? 1, സെയിം സൈസ് ആണെങ്കിൽ 2, എല്ലാർജിന് ആണെങ്കിൽ 3 എന്നാ ചോദിച്ചത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്ന് കണ്ണടിച്ച്, ഒന്നര കണ്ണടിച്ച്, ഒരു ക്വസ്റ്റ്യനോടെ ഉണ്ടാവും. മൂന്നാമത്തെ കണ്ണടിച്ച്. ഓക്കെ, ഇറക്റ്റ് ആണെങ്കിൽ 1 എന്ന് കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 എന്ന് കാണിക്കുക. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. എല്ലാവരും കാണിച്ച്. കണ്ണ് ആരും തുറക്കരുത്, ഒരാൾ കണ്ണ് തുറക്കരുത്. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഓക്കെ, കണ്ണ് തുറന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എഴുതിക്കോട്ടോ, നിങ്ങളുടെ കണ്ടെത്തൽ എഴുതി വെച്ചോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ +2 അല്ലേ തന്നേരുന്നത്? അപ്പൊ അത് വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്. വിർച്വൽ ഇറക്റ്റ് എൻലാർജ്ഡ്. ഓക്കെ, കഴിഞ്ഞോ? എന്നാ അടുത്ത തരട്ടെ. ഓക്കെ, അടുത്ത കേട്ടോ. അടുത്ത മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -3. m = -3. നിങ്ങൾ എഴുതുക. റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് എഴുതുക. എൻലാർജ്ഡ് ആണോ, ഡിമിനിഷ്ഡ് ആണോ, സെയിം സൈസ് ആണോ എന്ന് എഴുതുക. ഇൻവേർട്ടഡ് ആണോ, ഇറക്റ്റ് ആണോ എന്ന് എഴുതുക. എമ്മിന്റെ വാല്യൂ -3 കേട്ടോ. എമ്മിന്റെ വാല്യൂ -3. ഓക്കെ, വാല്യൂ ഓഫ് m -3 ആണ്. ചെയ്ത് കഴിഞ്ഞ് പെൻ താഴെ വെച്ചാൽ എനിക്ക് മനസ്സിലാവും. കണ്ണടക്കണ്ട, ഇപ്പൊ കണ്ണടക്കണ്ട, പറയുമ്പോ കണ്ണടച്ചാൽ മതി. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, കണ്ണടച്ചാലോ? ഇല്ല. അബ്ദുറഹ്മാൻ എഴുതട്ടെ. അബ്ദുറഹ്മാൻ എഴുതി കഴിയട്ടെ. പറഞ്ഞോ. സാർ, ഒരു മാഗ്നിഫിക്കേഷന് ഈ 3 കാര്യങ്ങൾ സെയിം ആയിരിക്കൂലേ? ഉദ്ദേശിച്ച് വേറെ മാഗ്നിഫിക്കേഷന് ആ കാര്യങ്ങൾ വരുമോ? വേറെ നമ്പർ വരുമ്പോ പിന്നെ വരും. ആ +2 വാല്യൂ എല്ലാർജിനും ഇപ്പൊ +3 വന്നാലും എല്ലാർജിനും അല്ലേ? +4 വന്നാലും എല്ലാർജിനാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. അത് 2 ടൈംസാ, മറ്റേ 3 ടൈംസാ, ഇത് 4 ടൈംസാ. അങ്ങനെ വ്യത്യാസം വരും. ഓക്കെ, എല്ലാം എല്ലാർജിനായിരിക്കും. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്തെല്ലാം വാല്യൂ തന്നെ 0.3 വരാം, 0.5 വരാം, 1/2 വരാം, 1/3 വരാം, 1/6 ഒക്കെ വരാലോ. ഓക്കെ, ഇതെല്ലാം ഡിമിനിഷ്ഡ് ഇമേജിന്റെ അല്ലേ? ഓക്കെ, കണ്ണടച്ചോ. പറഞ്ഞോ. കഴിഞ്ഞിട്ട് പറയാം. കണ്ണടച്ചോ. ഓക്കെ, കണ്ണ് ശരിക്കും അടച്ചേ കണ്ണ്. ഇനി ആരും തുറക്കണ്ട കേട്ടോ, ആരും തുറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞ എത്രയായിരുന്നു? -3 അല്ലെ? ഓക്കെ, റിയൽ ആയിട്ടുള്ള ഒരു 1 കാണിക്കുക, വിർച്വൽ എന്നുള്ള ഒരു 2 കാണിക്കുക. കണ്ണ് ആരും തുറക്കരുത്. റിയൽ എന്നുള്ള ഒരു 1, വിർച്വൽ എന്നുള്ള ഒരു 2. ഇതേ മായിൻഷ കണ്ണൂർന്ന് വെച്ചേക്കും. റിയൽ ആയിട്ടുള്ള ഒരു 1 കാണിക്കുക, വിർച്വൽ ആയിട്ടുള്ള 2 കാണിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇറക്റ്റ് ആണെങ്കിൽ 1 കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 കാണിക്കുക. ഇറക്റ്റ് നേരെയാണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. നേരെയാണെങ്കിൽ 1 കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 കാണിക്കുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1 കാണിക്കുക, സെയിം സൈസ് ആണെങ്കിൽ 2 കാണിക്കുക, എൻലാർജ്ഡ് ആണെങ്കിൽ 3 കാണിക്കുക. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. മുഹമ്മദ് റൈഹാൻ, അച്ചു, മുഹമ്മദ് അമാൻ, മുഹമ്മദ് ഇഷാൻ, ബാക്കി എല്ലാവരെയും കറക്റ്റാ. നിങ്ങൾ ഇത്രയും പേരൊന്ന് ശ്രദ്ധിച്ച് കണ്ട. ഇങ്ങനെ ചോദിച്ചാലല്ലേ ഇവരെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. 3 ആണ്. 3 നിന്നേക്കാളും 3 ടൈംസ് വലുതാ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നേക്കാളും ചെറുതാന്നാണ് അർത്ഥം. ആണോ? നിന്നേക്കാളും 3 ടൈംസ് വലുതാന്ന് പറഞ്ഞാൽ അതല്ലേ മാഗ്നിഫിക്കേഷൻ. ഹൗ മെനി ടൈംസ്? ഓക്കെ, അപ്പൊ 1 ആണ്. ഡിമിനിഷ്ഡ് അല്ലല്ലോ, എൻലാർജ്ഡ് ആണ് കേട്ടോ. ചോദിച്ചോ അഭിനവ് എന്താ ചോദിച്ചോ? ബാക്കിയുള്ളവരെ ഫസ്റ്റ് കേസിലുണ്ടല്ലോ,
നമുക്ക് എൻലാർജ്ഡ് ഇറക്റ്റ് വിർച്വൽ കിട്ടിയില്ലേ? അതിന് പകരം എൻലാർജ്ഡ് ഇൻവേർട്ടഡ് വിർച്വൽ വരില്ലല്ലോ. എൻലാർജ്ഡ് ഇൻവേർട്ടഡ് വിർച്വൽ. ഇല്ല വിർച്വൽ എപ്പോഴും ഇറക്റ്റാ കേട്ടോ. വിർച്വൽ ഇറക്റ്റേ ഉള്ളൂ. പറഞ്ഞോ. -3 അല്ലേ? -3 ആണ്. റിയൽ ആണ്. ഞാൻ എന്താ പറഞ്ഞ? റിയൽ ഇൻവേർട്ടഡ് എൻലാർജ്ഡ്. അപ്പൊ ഡിമിനിഷ്ഡ് അല്ലേ? അല്ല, നെഗറ്റീവ് നോക്കട്ടെ. നെഗറ്റീവ് എന്താ കാണിക്കുന്നത്? അത് റിയൽ ആണോ വിർച്വൽ ആണോ മാത്രമേ കാണിക്കുന്നുള്ളൂ. 3 ആണ്. 3 സൈസ് 3യിലാണ്. ആ 3 നോക്കിയാൽ മതി. അതല്ല ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് ഡിനോട്ട് ചെയ്യുന്ന എന്താ? നമ്മൾ അവിടെ മേളിൽ എഴുതിയിട്ടുണ്ട്. അത് റിയൽ ഇമേജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? അത് വിർച്വൽ ഇമേജ് ആണെന്ന് മാത്രം. അത് മാത്രമേ അതിന്റെ മീനിങ് ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ആ 3, 2, 1 ആ എഴുതുന്ന നമ്പർ ആണ് എത്ര ടൈംസ് വലുതാണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്സാമ്പിൾ 3 കേട്ടോ. കുറെ പേരൊക്കെ ശരിയാക്കി വരുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല. അടുത്തതിൽ നമുക്ക് 100% മേടിക്കും. ഓക്കെ, എമ്മിന്റെ വാല്യൂ -1. ഇത് പിന്നെ എന്തായാലും 100 ആണ്. ഇതിലിപ്പോ എന്ത് സംശയം? എഴുതിക്കോ. എമ്മിന്റെ വാല്യൂ -1. പ്രത്യേകതകൾ എഴുതിക്കോ. എമ്മിന്റെ വാല്യൂ -1 റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് എഴുതുക. ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ എന്ന് എഴുതുക. ഡിമിനിഷ്ഡ് ആണോ എൻലാർജ്ഡ് ആണോ സെയിം സൈസ് ആണോ എന്ന് എഴുതുക. എമ്മിന്റെ വാല്യൂ -1. മൂസയുടെ വീഡിയോ ഓഫ് ആയി പോയി. എന്ത്? മുസയുടെ പേര് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. കഴിഞ്ഞില്ലേ? ഇവിടെ നോക്കോ. അപ്പോ എത്ര -1 അല്ലേ? ഇനി കണ്ണടച്ചോ. എല്ലാവരും കണ്ണടച്ചോ. 3 കേസ് പറഞ്ഞിട്ട് കണ്ണു പറഞ്ഞേ. കണ്ണടക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് കണ്ണടയ്ക്കാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജെനുവിൻ ആൻസർ എനിക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, കണ്ണടച്ചിട്ടുണ്ടല്ലോ. ഇനി കേട്ടോ. റിയൽ ആണെങ്കിൽ 1 കാണിക്കുക, വിർച്വൽ ആണെങ്കിൽ 2 കാണിക്കുക. റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. എല്ലാവരും കാണിച്ച് മുഖത്തിന് നേരെ പിടിക്കുക. റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. മുഖത്തിന് നേരെ പിടിക്കുക, എന്നാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. ഓക്കെ, വെരി ഗുഡ് 100%. വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയാ? ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഓക്കെ, നമ്മൾ വീണ്ടും 100% മേടിച്ചിരിക്കുകയാണ്. ഓക്കെ, തേർഡ് വൺ ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. അഹമ്മദ് അലിമൊക്കെ ഒന്നും കണ്ണടച്ചിട്ടില്ലാന്ന് തോന്നുന്നു. കണ്ണടച്ചു പിടിച്ചേ. ഓക്കെ, ഇതേ പിന്നെയും 100%. ഓക്കെ, വെരി ഗുഡ്. എഴുതിക്കോ. അതിനകത്ത് എഴുതിക്കോ കേട്ടോ. സെയിം സൈസ് ആണ്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ആണ്. ഓക്കെ, അപ്പൊ എക്സാമിന് ഇങ്ങനെ ചോദിക്കുക വരും, -1 മാഗ്നിഫിക്കേഷൻ കിട്ടിയ നിങ്ങൾ എന്താ മീൻ ചെയ്യുന്നത്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ആണ് കേട്ടോ. അതുപോലെ വേറെ കാര്യം കൂടി പറയാം. ഒബ്ജക്റ്റ് സീലാണ് വച്ചേക്കുന്നതെന്നും വേണമെങ്കിൽ പറയാം അല്ലെ? ഒബ്ജക്റ്റ് സീൽ വെച്ചാലേ അവിടെ -1 കിട്ടുള്ളൂ. വേറെ ഒന്നിലും -1 മാഗ്നിഫിക്കേഷൻ കിട്ടൂല്ലോ. ഹൈറ്റ് സെയിം ആണോ? ഒരേ ഒരു കേസ് അതല്ലേ ഉള്ളൂ. ഓക്കെ, ഇതാ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും 100% മേടിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എമ്മിന്റെ വാല്യൂ 1/2. എമ്മിന്റെ വാല്യൂ 1/2 എഴുതി. എമ്മിന്റെ വാല്യൂ 1/2 എഴുതി കഴിഞ്ഞാൽ പെന്താടോ വെച്ചു. എമ്മിന്റെ വാല്യൂ 1/2. ശ്രേയ, എമ്മിന്റെ വാല്യൂ 1/2. ഓക്കെ സർ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. എമ്മിന്റെ വാല്യൂ +1/2. അങ്ങനെ ചോദിച്ചോളണം കേട്ടോ. മാഗ്നിഫിക്കേഷൻ ഞാൻ ചുമ്മാ പറഞ്ഞാലും നിങ്ങൾ ചോദിച്ചോളണം. സാർ മര്യാദ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് പറയണമെന്ന് പറഞ്ഞു. കാരണം ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാണ്ട് വരൂല. ഏതൊരു അത് ഡിസ്റ്റൻസ് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഇട്ടേ ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത കണ്ണടച്ചോളാം. എല്ലാവരും കണ്ണടച്ചോ. കണ്ണ് ശരിക്കും അടച്ചോ. ഓക്കെ, കണ്ണടച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും കണ്ണടച്ചിട്ടുണ്ടല്ലോ. മുസ്തഫയൊക്കെ കണ്ണടച്ചോ? ഇടയ്ക്ക് വീഡിയോ ഓഫ് ആയി പോയായിരുന്നല്ലോ. ഓക്കെ, കണ്ണടച്ചോ. ഓക്കെ, ഇനി ആൻസർ ചെയ്തോട്ടോ. 1/2 അല്ലേ? +1/2 അല്ലെ? റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. മുഖത്തിന് നേരെ. റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. കറക്റ്റ് ഫേസിന് നേരെ പിടിക്കും. ഓക്കെ, റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. ഓക്കെ, വെരി ഗുഡ്. അയ്യോ പോയി, 99% ആയി പോയി. ഒന്ന് കാണിച്ചേ. എലിസബത്ത് എത്ര കാണിച്ചേ? എലിസബത്ത് റുഫൈദേ കണ്ണു തുറന്നോ? 1 അല്ല 2 ആണ്.
അല്ല സോറി, ഇപ്പൊ ഏതാ ചോദിച്ചേ? റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2 എന്നല്ല പറഞ്ഞേ. റിയൽ 1 അല്ലേ? റിയൽ 1 റിയൽ ആണ്. ഓക്കെ, ഇത് ഏതാ ചോദിച്ചേ? 1/, ഞാൻ പറഞ്ഞു മറന്നുപോയല്ലോ. ഞാനിപ്പോ ഏതാ പറഞ്ഞേ? 1/2 ആ. വിർച്വൽ ആണ് 2, 1/2 ആ പറഞ്ഞത്. ഓക്കെ, അപ്പൊ വിർച്വൽ ഇമേജ് അല്ലേ? വിർച്വൽ ആണ് കേട്ടോ. അവിടെ ഒന്നര കണ്ടടിച്ചേ, സൈസ് പറഞ്ഞില്ല. ആ പറഞ്ഞോ. വിർച്വൽ 1/2 അല്ലേ? പ്ലസ് 1/2 അല്ലേ? വിർച്വൽ ആണ്. സൈസ് വിർച്വൽ ആണോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? എലിസബത്ത് വിർച്വൽ. ഓക്കെ, ഞാൻ റുഫ് ചെയ്ത. ഓക്കെ, ഒരാള് കുഴപ്പമില്ല. നമ്മൾ അടുത്തേൽ 100 മേടിക്കും കേട്ടോ. കണ്ണടച്ചോ, ശരിക്കും കണ്ണടച്ചോ. ഓക്കെ, ഇനി ഇൻവേർട്ട് ഇറക്റ്റ്. നേരെയാണെങ്കിൽ 1 കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 കാണിക്കുക. നേരെയാണെങ്കിൽ 1 കാണിക്കുക, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2 കാണിക്കുക. ആ വിർച്വൽ ഇമേജ് ആണ്, യാതൊരു ഡൗട്ടും വേണ്ട. നേരെയാണ്. മുഹമ്മദ് റെയ്ഹാൻ VS കൈ കാണിച്ചിട്ടില്ല കേട്ടോ. അനുസരണ വേണ്ടേ റെയ്ഹാനെ? ബാക്കിയുള്ളൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ, ആദ്യം അനുസരിക്കൂ. ആ ഓക്കെ, ഇനി രണ്ടാമത്തെ ലാസ്റ്റ് വൺ. അല്ല, ഒരെണ്ണം ഉണ്ടല്ലോ. എന്തായിരുന്നു? സൈസ് അല്ലെ? സൈസ് ശ്രദ്ധിച്ചോ, കണ്ണടച്ചേ. എല്ലാർജ് ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എല്ലാർജ് ആണെങ്കിൽ 3. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എല്ലാർജ് ആണെങ്കിൽ 3. റബീസെ കണ്ണടയ്ക്കൂ. ക്ലോസ് യുവർ ഐസ് പ്ലീസ്. ആ ഓക്കെ, വെരി ഗുഡ്. 100 എല്ലാവരും കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിക്കോ. കണ്ണടയ്ക്കണം കേട്ടോ. കണ്ണടയ്ക്കാൻ ആൻസർ ചെയ്ത ഒരു പ്രയോജനമില്ല. നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്ന കാണാൻ പറ്റും. അതുപോലെ അങ്ങ് കാണിച്ചാൽ മതി. വിക്ടറി ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, എഴുതിക്കോ. എന്തൊക്കെയാണ്? 1/2 അല്ലേ? അപ്പോ വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. വിർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ്. ഇത് ഏത് ലെൻസാന്നും നമുക്ക് പറയാൻ പറ്റും. ആർക്ക് പറയാം? ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ്. ആ പറഞ്ഞോ, ഒരാൾ പറഞ്ഞോ. കോൺകേവ് ലെൻസ്. കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് വൺ. ഒരെണ്ണം കൂടി. m = -1/3 അല്ലെങ്കിൽ m = -0.3. 1/3ക്ക് 0.3 എന്നും പറയാലോ. ഓക്കെ, m = -1/3. m = -1/3. ആ ഇമേജിന്റെ പ്രത്യേകത എഴുതിക്കോ. റിയൽ ആണോ വിർച്വൽ ആണോ എഴുതിക്കോ. എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്ന് എഴുതിക്കോ. ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ എന്ന് എഴുതിക്കോ. പറഞ്ഞോ. ഈ കോൺകേവ് ലെൻസിന് മാഗ്നിഫിക്കേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ലേ? അല്ല, കോൺകേവ് ലെൻസിന് അതെ. കാരണം എപ്പോഴും വിർച്വൽ ഇമേജ് അല്ലേ ഉള്ളൂ. റിയൽ ഇമേജ് അതിനില്ലല്ലോ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് എഴുതി വെച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞല്ലേ? -1/2 കഴിഞ്ഞില്ലേ? എന്നാ കണ്ണടച്ചോ. -1/3 1/3 അല്ലേ? കണ്ണടച്ചോ, ശരിക്കും കണ്ണടച്ചോ. ഹയ ഇനിയിപ്പോ എഴുതാനായിരിക്കും അല്ലേ? പെട്ടെന്ന് എഴുതിയിട്ട് കണ്ണടച്ചോ. 1/3 പ്ലസ് -1/3 -1/3. ഓക്കെ, കണ്ണടച്ചോളൂ. ഇനി നമുക്ക് ആദ്യം അത് റിയൽ ആണോ വിർച്വൽ ആണോ അല്ലെ? റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. റിയൽ ആണെങ്കിൽ ഫേസിനെ പിടിച്ച്. റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. റിയൽ ആണെങ്കിൽ 1, വിർച്വൽ ആണെങ്കിൽ 2. ഓക്കെ, സെക്കൻഡ് വൺ 100% കുഴപ്പമില്ല. ഓക്കെ, സെക്കൻഡ് വൺ ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. റിയൽ ഇമേജ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇറക്റ്റ് ആണെങ്കിൽ 1, ഇൻവേർട്ടഡ് ആണെങ്കിൽ 2. എന്താ അല്ല മീന ഒരു സംശയം? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. ഡിമിനിഷ്ഡ് ആണെങ്കിൽ 1, സെയിം സൈസ് ആണെങ്കിൽ 2, എൻലാർജ്ഡ് ആണെങ്കിൽ 3. ഓക്കെ, വീണ്ടും 100%. ഓക്കെ, വെരി ഗുഡ്. എഴുതിക്കോ കേട്ടോ. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? റിയൽ അല്ലെ? റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. റിയൽ, ഇൻവേർട്ടഡ് അല്ല, റിയൽ അല്ലല്ലോ, സോറി, റിയൽ അല്ല, നെഗറ്റീവ് അല്ലേ ഞാൻ പറഞ്ഞേ? ഓക്കെ, റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. ഓക്കെ, വേണമെങ്കിൽ 2-3 കാര്യങ്ങൾ ഇതിപ്പോ എക്സ്ട്രാ നമുക്കിപ്പോ അഭിൻ ചോദിച്ചപ്പോഴേ ഞാൻ ഓർത്തെ 2-3 കാര്യം കൂടി നിങ്ങൾ അവിടെ എഴുതി വെക്കാൻ വേണമെങ്കിൽ. എന്തൊക്കെയാണെന്നറിയോ? വിർച്വൽ ഇമേജ് ചെറിയ വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ഫോം ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ്. കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്നത് ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ആണ്. പക്ഷെ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നല്ലതാണ്. കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്നത് ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ആണ്. കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്നത് എൻലാർജ്ഡ് വിർച്വൽ ഇമേജ് ആണ്.
ഓക്കെ, ഇനി റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരേ ഒരു ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ഓൺലി ഫോം റിയൽ ഇമേജ്. ഓക്കെ, അല്ല സോറി, കോൺവെക്സ് ലെൻസ്, സോറി പറഞ്ഞു മാറി. കോൺവെക്സ് ലെൻസ് മാത്രമേ റിയൽ ഇമേജ് എന്ത് ചെയ്യുള്ളൂ? ഫോം ചെയ്യുള്ളൂ. ഓക്കെ, ഓൺലി കോൺവെക്സ് ലെൻസ് ഫോം റിയൽ ഇമേജ്. ഓൺലി ഒന്നും ഇപ്പറേ ആയി പോയ പ്രശ്നമാണ് അല്ലേ? ഓൺലി ഒന്ന് ഇപ്പറേ ഇട്ട് പോയി കഴിഞ്ഞാൽ സെന്റൻസ് മാറിപ്പോകും അല്ലെ? കോൺവെക്സ് ലെൻസ് ഓൺലി ഫോം റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് റിയൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യുള്ളൂ എന്നാണ്. ഓൺലി കോൺവെക്സ് ലെൻസ് ഫോം റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് മാത്രമേ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓൺലി ഇപ്പറേ വരട്ടെ, ഫ്രണ്ടിൽ വരട്ടെ. ഇതാ ഓക്കെ, ഓൺലി കോൺവെക്സ് ലെൻസ് ഫോം റിയൽ ഇമേജ്. അപ്പൊ റിയൽ ഇമേജ് എന്ന് കണ്ടാ പിന്നെ അവിടെ കോൺകേവ് എന്ന് എടുക്കേണ്ട കാര്യമില്ല, കാരണം കോൺകേവ് അപ്പൊ തന്നെ മാറ്റി വെച്ചോ. അപ്പൊ ഇത്ര ആയി കഴിഞ്ഞ് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ എലിജിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു മാഗ്നിഫിക്കേഷൻ ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ടല്ലോ അല്ലെ? മാഗ്നിഫിക്കേഷൻ വരുമ്പോ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നതാ പിടിച്ചോ പ്രോബ്ലം. ന്യൂമറിക്കൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അവർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ലെൻസ് തന്നിട്ടുണ്ട്, ഒരു കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് ദി മാഗ്നിഫിക്കേഷൻ ആണ് ക്വസ്റ്റ്യൻ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ. ഒരു കോൺവെക്സ് ലെൻസ് എന്നിട്ട് ഒബ്ജക്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന 1 സെന്റിമീറ്ററിന്റെ ഒബ്ജക്റ്റ് ആണ്. 1 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇമേജ് തന്നിരിക്കുന്ന 4 സെന്റിമീറ്ററിന്റെ ആണ്. 4 സെന്റിമീറ്റർ. ഇവിടെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 25 എന്നാണ്. ഇമേജിന്റെ ഡിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഇത്രയും പഠിച്ചതല്ലേ, നിങ്ങൾക്ക് ഇമേജിന്റെ ഡിസ്റ്റൻസ് പറയാൻ പറ്റും ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട്? ഇമേജ് എത്ര മാറിയിട്ടാണ് ഈ ഇത് വെച്ചിട്ട്? ഇത് 1 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആവുമല്ലേ ചെയ്തേ? അപ്പൊ ഇമേജിന്റെ ഡിസ്റ്റൻസ് എത്ര മാറും? ആർക്ക് പറയാം? പറഞ്ഞോ, എലിസബത്ത് പറഞ്ഞോ. എത്ര മാറും? എത്ര വരും? 4 times 100 അല്ലേ? അതെല്ലാം നമ്മളിപ്പോ ഇക്വേഷനിൽ മൊത്തം കണ്ടത് അതല്ലേ? നിങ്ങൾ നോക്കി, എല്ലാത്തിനും നോക്കിയേ, സൈസ് ഡബിൾ ആയി കഴിഞ്ഞപ്പോൾ ഡിസ്റ്റൻസും ഡബിൾ ആവും. സൈസ് ട്രിപ്പിൾ ആയി കഴിയുമ്പോൾ ഡിസ്റ്റൻസും 3 times ആവും. ഓക്കെ, അതുപോലെ സൈസ് പകുതി ആയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസും പകുതിയാവും. ഇവിടെ സൈസ് വലുതാവുമല്ലേ ചെയ്യാ? 1ന് 4 ആവുക ചെയ്യാം. നോക്കി, ഇവിടെ എക്സ് 4x ആവുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് y 4y ആവും. ഓക്കെ, ഇത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ്. ഒന്ന് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചേ. ഫൈൻഡ് ദി മാഗ്നിഫിക്കേഷൻ. ഇത് ഇക്വേഷൻ യൂസ് പോലും ചെയ്യാണ്ട് നമുക്ക് കിട്ടൂ അല്ലെ? കറക്റ്റ് ആ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ മാഗ്നിഫിക്കേഷൻ മനസ്സിലായി. ഒന്ന് പറഞ്ഞേ അച്ചു, അതിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാന്ന് പറഞ്ഞേ. അതിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാ? അച്ചു പറഞ്ഞോ. അത് ചെയ്യണ്ട, അത് കണ്ടറിയാം. 1 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആയെന്ന് പറയുമ്പോ എത്ര ടൈംസാ കൂടിയെന്ന് നോക്കിയാൽ മതി. 3 ടൈംസോ? 1 4 ആയെന്ന് പറഞ്ഞപ്പോഴോ? 1നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാ 4 ആവുക? 4 ടൈംസ്. നിങ്ങൾക്ക് ബോർഡ് കിട്ടുന്നുണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ, ബോർഡ് ഷെയർ ആവുന്നില്ല. ഇന്നലെ ഇതുപോലൊരു പ്രശ്നം വന്നു, നോക്കട്ടെ. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യുവാണേ. ഓക്കെ, എത്ര മാഗ്നിഫിക്കേഷൻ കിട്ടി? അച്ചുവിന് എത്ര കിട്ടിയ മാഗ്നിഫിക്കേഷൻ? 4 അല്ലെ? വെറുതെ 4 എന്ന് പറയരുത് കേട്ടോ, വെറുതെ 4 എന്ന് പറയരുത്. അതിന് സൈൻ വേണം, മാഗ്നിഫിക്കേഷൻ വേണം. ഇവിടെ നമ്മൾ എന്ത് എഴുതുമ്പോഴും നമ്മൾ സൈൻ വേണം. ഫിസിക്സിൽ നമ്മൾ മുന്നേ പഠിച്ച ചാപ്റ്ററുകൾ പോലെയല്ല, ഈ 2 ചാപ്റ്ററിൽ എപ്പോഴും നമ്മൾ സൈൻ യൂസ് ചെയ്യണം കേട്ടോ, വാല്യൂസ് എഴുതുമ്പോൾ. m is equal to -4. എത്ര പേർക്ക് -4 എന്ന് കിട്ടി? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്.
m ഈക്വൽ ടു -4 എന്ന് വരും. ഓക്കെ, പിന്നെ ഇന്നിപ്പോ നമ്മൾ മാഗ്നിഫിക്കേഷൻ നമുക്ക് 2 ദിവസം കൂടി ഉണ്ടോ, അതായത് ഈ വീക്കിൽ നമ്മുടെ മാഗ്നിഫിക്കേഷൻ തീർന്നാൽ പിന്നെ 2 ടോപ്പിക് ആണുള്ളത്. ഒന്ന് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനും അടുത്തത് ടോട്ടൽ ഇന്റേണൽ റിഫ്രാക്ഷൻ. അതിന് 2 ദിവസം വരുമ്പോൾ പിന്നെ അടുത്ത ചാപ്റ്റർ ആണ്. അപ്പൊ അടുത്ത ചാപ്റ്ററിന് ആക്ടിവിറ്റി ഉണ്ടാവും. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ വീക്ക് തീരുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ആരെങ്കിലും. ആക്ടിവിറ്റിക്ക് എന്തൊക്കെ വേണം നിങ്ങളുടെ കിറ്റ് നോക്കിയാൽ മതി, അതൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി കേട്ടോ. അടുത്ത വീക്കിലേക്ക് വരുമ്പോൾ കേട്ടോ, ഒരു 4 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങും കേട്ടോ. അപ്പൊ പിന്നെ ഓടാൻ നിൽക്കണ്ടല്ലോ, എപ്പോഴും അറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, മാഗ്നിഫിക്കേഷൻ -4 കിട്ടി. ഇനി ഒരു പ്രോബ്ലം ആണ് കേട്ടോ, ഒരു പ്രോബ്ലം ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസ്ഡ് an inverted image magnified 3 times. Magnified 3 times of an object. They are കള്ളന്മാര് നമുക്ക് സൈൻ ഒന്നും തന്നിട്ടില്ല അല്ലെ. മാഗ്നിഫൈഡ് 3 times എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓഫ് ആൻ ഒബ്ജെക്ട് placed at a distance of 15 centimeter from it. അവിടെയും സൈൻ ഇല്ല. സൈൻ നമ്മുടെ പണിയാണ്, സൈൻ കണ്ടുപിടിക്കൽ നമ്മളാണ്. ഫൈൻഡ് ഔട്ട് ദ ഇമേജ് ഓഫ് ഡിസ്റ്റൻസ്. ആദ്യം തന്നെ ഇത് ഏത് ലെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ്. ഏത് ലെൻസ് ആണ് അഫ് ചെയ്ത്? ഇത് ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഞാൻ വെറുതെ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു. ഓക്കെ, ഇതാ കോൺവെക്സ് ലെൻസ് വരച്ചു. ഇനി ഇതിന്റെ ഒബ്ജക്റ്റിന്റെ 3 times മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ 3 times മാഗ്നിഫൈഡ് ഇമേജ്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ലമീനെ, ഇമേജ് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ അവർ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവാതെ അറിയാണ്ട്? ഇമേജ് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ അറിയാണ്ട്? ഇമേജ് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ അല്ലെങ്കിൽ റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇത് അറിയാവുന്ന ഒരു കൈവക്കുവാണ്. പെട്ടെന്നായിക്കോട്ടെ, ഞാൻ അവസരം വേറെ ആൾക്ക് കൊടുക്കും. ഇമേജ് റൈറ്റ് സൈഡിലല്ലേ? ഇമേജ് വിർച്വൽ ആണോ റിയൽ അല്ലേ? റിയൽ ആണോ? എങ്ങനെ മനസ്സിലായേ? ചുമ്മാ എറിഞ്ഞതാ? ആരാ പറയാ? ഒരാള് പറഞ്ഞു. ദേ അമീന് ശ്രദ്ധിക്കലാട്ടോ. അമീന് ക്ലാസ്സിൽ ശ്രദ്ധയില്ല. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി അമീനെ. അവിടെ ക്ലൂ ഉണ്ട്, നിങ്ങൾക്കുള്ള ക്ലൂ അതിനകത്തുണ്ട്. ക്വസ്റ്റ്യനിൽ അരിച്ചു പറക്കിക്കൊള്ളണം സൈനിന് വേണ്ടിട്ട്. പറഞ്ഞോ. ഒരാൾ പറഞ്ഞോ. ആരാ? മുഹമ്മദ് റൈഹാൻ പറഞ്ഞോ? ഇഷാൻ പറഞ്ഞോ? ഇൻവെർട്ടഡ് ഇമേജ് ഏത് തന്നെ മിടുക്കൻ. കണ്ടോ അമീനെ? കേട്ടോ? ഇൻവേർട്ടഡ് ഇമേജ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടാ? ഇൻവേർട്ടഡ്. കണ്ടാ? നമ്മൾ ഇൻവേർട്ടഡ് ഒന്നും വേണം. നമുക്ക് ഒരു 3ഉം ഒരു 15ഉം ഇനി എവിടെയെങ്കിലും ഒരു 30ഉം ഇതൊക്കെ മതി നമുക്ക് അല്ലെ. നമ്മളങ്ങ് പ്രോബ്ലം അങ്ങ് എഴുതി തെറ്റിക്കും. അല്ല, എല്ലാം നോക്കണം. കണ്ട? ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് റിയൽ ഇമേജ് ആണ്. മനസ്സിലായോ? അപ്പൊ തന്നെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടി അല്ലെ. റിയൽ ഇമേജ് ആണ്. ഈ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് m = -3. കണ്ടാ? ഇങ്ങനെയാണ് എഴുതണ്ടേ. ഓക്കെ, അപ്പൊ അവിടെ എഴുതി വെക്കുക ക്വസ്റ്റ്യന്റെ അവിടെ. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ റിയൽ ആണ് കേട്ടോ. ഇനി മാഗ്നിഫൈഡ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും അവിടെ ലെൻസ് ഏതാന്ന് പറഞ്ഞില്ലെങ്കിലും ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാലും മതി അല്ലെ. വെറുതെ ലെൻസ് എന്ന് പറഞ്ഞാലും മതി. കോൺവെക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, കാരണം കോൺകേവില് റിയൽ ഇമേജ് ഇല്ലല്ലോ. ഓക്കെ, ഇനി an object placed at a distance of 15 centimeter ആണ്. അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 15 ആണ്. അത് പ്ലസ് ആണോ മൈനസ് ആണോ ബിലാലെ? ഈ 15 പ്ലസ് ആണോ മൈനസ് ആണോ? നെഗറ്റീവ് ആണ്. ആണെന്ന് പറ, അല്ലേന്ന് ചോദിക്കുന്നത്. നെഗറ്റീവ് ആണ് കേട്ടോ, ഉറപ്പിച്ചോളണം. ഓക്കെ, അല്ലേന്നൊക്കെ ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്കിക്കോട്ടോ. ഇത് ചെയ്യാണ്ട് എത്ര പേർക്ക് പറയാൻ പറ്റും? ഇത് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഞാൻ പറയാം. ഇതിന് ഞാനൊരു കാണിച്ചു തരാം.
ഒബ്ജക്റ്റ് ഇതാണ് അല്ലെ, ഒബ്ജക്റ്റിന്റെ 3 times മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജാ. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 3x എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോ ഡിസ്റ്റൻസ് ഇവിടെ തന്നേക്കുന്ന 15 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് അറിയാവുന്നവർ ഒന്ന് ആൻഡ്രൈസ് ചെയ്തേ നോക്കട്ടെ. ഈ ഡിസ്റ്റൻസ് അറിയാവുന്നവർ ചെയ്യാണ്ട് ഈ ഡിസ്റ്റൻസ് കിട്ടണം. എത്ര പേർക്ക് അറിയാം? ഇത് ചെയ്ത് നോക്കാണ്ട് കണ്ടുപിടിക്കാം. നമ്മൾ ഇപ്പൊ ഇന്ന് മൊത്തം ചെയ്ത് അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരാൾ പറഞ്ഞു. ആരാ? ആരെങ്കിലും പറഞ്ഞു? ഇബ്രാഹിം ബാദുഷ പറഞ്ഞു. ഇബ്രാഹിം ബാദുഷ എങ്ങനെയാ ചെയ്യാ? മുഹമ്മദ് ഇൻസാഫ് ഇവിടെ ശ്രദ്ധിക്കുക. ഇൻസാഫ് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. 50 സെന്റിമീറ്റർ അല്ല, അപ്പൊ 4 എടുക്കണ്ടേ? 15 സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര എടുക്കണം? ഇവിടെ 4 എടുക്കണ്ടേ? 4 ഇരട്ടി വരുമോ? ഇവിടെ എത്ര ടൈംസ് ആ വന്നേക്കുന്നത്? 3 times ഉള്ളൂ. 45. 15ന്റെ 3 times വരും. എത്ര വരും? 45 സെന്റിമീറ്റർ ആൻസർ. പക്ഷെ ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങളുടെ ടീച്ചർ മാർക്ക് തരൂല കേട്ടാ. നിങ്ങളുടെ ടീച്ചർ പറയും അവൻ എവിടെന്നോ കോപ്പി അടിച്ച് വന്നേക്കുവാണ്, ഏതോ 45 എടുത്തേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് എം അറിയാം, യു അറിയാം, വി അറിയില്ലെങ്കിൽ ഏതാ ഇക്വേഷൻ? എമ്മും യുവും വിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആർക്ക് പറയാം? പറഞ്ഞോ, ആബിയും പറഞ്ഞോ. എമ്മും വിയും യുവും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എം ഈക്വൽ ടു v by u അല്ലെ. അപ്പൊ എമ്മിന് പകരം -3 കൊടുക്കുക, യുക്ക് പകരം -15 കൊടുക്കുക. വി അറിയില്ല. ഇത് ചെയ്യാൻ അറിയില്ലാത്തവർ, എന്തെങ്കിലും സംശയമുള്ളവർ അപ്പുറം പോവുക. 10 = 20/2. എന്നിട്ട് ഈ 20 കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാൻ നോക്കുക. 20 കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക? 10നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ v കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക? എമ്മിനെ u കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇൻറ്റു -50. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ +45 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ 2 രീതിക്കും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ വരുമ്പോ ഇമേജ് ഹൈറ്റ് എത്ര ടൈംസ് മാഗ്നിഫൈഡ് ആവുന്നോ ഡിസ്റ്റൻസും അത്ര ടൈംസ് തന്നെ മാഗ്നിഫൈഡ് ആവും. ഓക്കെ, ഇമേജ് എത്ര ടൈംസ് വലുതാവുന്നോ അതുപോലെ അതിരിക്കുന്ന ഡിസ്റ്റൻസും വലുതാവും. ഇപ്പൊ ഇമേജ് 2 times ആണെങ്കിൽ ഡിസ്റ്റൻസും 2 times. ഇപ്പൊ ഇവിടെ സപ്പോസ് മാഗ്നിഫൈഡ് 2 times എന്ന് പറഞ്ഞെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായനെ? മാഗ്നിഫൈഡ് 2 times എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആദിൽ കെ അബ്ദുൽ സലാം. മാഗ്നിഫൈഡ് 2 times എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയായനെ? 30. കണ്ടോ, ഒരു ഇക്വേഷൻ പോലും ഇല്ലാണ്ടാ പറയുന്നത് നിങ്ങൾ കണ്ടോ. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഏത് കാര്യം എങ്ങനെയാണ് നമ്മൾ അതിന്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ അത് നമുക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് വരും. മറ്റേന്താ കുറെ ഇക്വേഷൻ കാണാതെ പഠിക്കും, കുറെ അവിടെ തെറ്റിപ്പോവും, കുറെ ഇവിടെ തെറ്റിപ്പോവും. ഓക്കെ, കഴിഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുള്ള സമയം ഇല്ല അല്ലെ. 8:59 1 മിനിറ്റ് ഉണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലൈവ് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് നാളത്തെ ചെയ്താൽ മതിയല്ലോ. ഇന്നിപ്പോ എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റില്ല. ആരോടാ ചോദിക്കുക? മുഹമ്മദ് അമാൻ, നിങ്ങളാണ് ആ ഭാഗ്യവാൻ. മുഹമ്മദ് അമാനെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. v by u മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് വിർച്വൽ ഇമേജ് അല്ലേ, അതോ റിയൽ ഇമേജ് ആണോ? നെഗറ്റീവ് ആണെങ്കിലോ? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? സെയിം സൈസ്. 1ലും താഴെ ആണെങ്കിലോ? ഡിമിനിഷ്ഡ്. 1ലും കൂടുതലാണെങ്കിലോ? എൻലാർജ്ഡ്. ഓക്കെ, ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാ? ഇന്റർവ്യൂ ആണ്. ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാ? കോൺകേവ്. ഓക്കെ, എൻലാർജ്ഡ് വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാ? കോൺവെക്സ്. റിയൽ ഇമേജ് ഫോം ചെയ്യത്തേ ഇല്ലാത്ത ലെൻസ് ഏതാ? റിയൽ ഇമേജ് ഫോം ചെയ്യേ ഇല്ലാത്ത ലെൻസ് കോൺകേവ് ആണോ? ഓക്കെ, മിടുക്കൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉള്ളവർ നിന്നോളൂ, ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. Thank you, sir. Okay.